സ്വാഗതം. ഇന്ത്യയിലെ ക്രമസമാധാന സംവിധാനങ്ങളെ കുറിച്ചുള്ള പഠനത്തിൽ കേരളം ഒന്നാമത്. ദേശീയ ഏജൻസിയായ ഇന്ത്യൻ പോലീസ് ഫൗണ്ടേഷന്റെ പഠന റിപ്പോർട്ടിലാണ് കേരള പോലീസ് സ്തുത്യർഹമായ ഈ നേട്ടം കൈവരിച്ചത്. പ്രതിപക്ഷത്തിന്റെ വായ അടഞ്ഞു പോയല്ലോ. നിങ്ങൾ പോലീസുകാരെ മുഴുവൻ ഞാൻ കയറൂരി വിട്ടിരിക്കുകയാണെന്നായിരുന്നല്ലോ ഇവരുടെ പരാതി. ഇപ്പൊ എന്തായി? സമാധാനപരമായി സമരം ചെയ്തുകൊണ്ടിരുന്ന ജനങ്ങളെ സിഐ കരുണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം നിഷ്കരണം തല്ലിച്ചതയ്ക്കുകയായിരുന്നു എന്നാണ് ജനങ്ങൾ ആരോപിക്കുന്നത്. എന്നാൽ പോലീസിനെ കല്ലെറിഞ്ഞതിനാലാണ് ലാത്തി ചാർജ് ചെയ്തതെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഈ കരുണനെ കൊണ്ട് വല്ല വിധേനൊന്ന് രക്ഷപ്പെടുത്താന്ന് വിചാരിച്ച സമ്മതിക്കില്ലല്ലോ ഇവൻ. നന്നായിട്ടൊക്കെ നിന്ന 2 കൊല്ലം കഴിഞ്ഞ ഡിവൈഎസ്പിയാ. അതെങ്ങനെ വല്ല ബോധവും വേണ്ടേ? അല്ല, ആരോടാ ഞാനതൊക്കെ പറയുന്നത്? സസ്പെൻഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര നാളായി? അതൊരു 5-6 മാസം. 5-6 മാസം. ആരാ? SK ലൈനിലുണ്ട്. SP വന്നിട്ടുണ്ട് സാർ. വരാൻ പറ. SK ഇതാ പുറപ്പെടാൻ പോകുന്നു. 9 മണിക്കാ ഫ്ലൈറ്റ്. നാളെ അവിടെ എത്തും. നമുക്ക് ഹോട്ടലിൽ വെച്ച് കാണാം. അതൊന്നും ഫോണിൽ പറയണ്ട. ഇവിടെ ചുമരിന് വരെ കണ്ണും കാതും ഒക്കെ ഉള്ള കാലമാ. சார் சாரி சார். ഞാൻ വന്നിട്ട് വിളിക്കാം. சார் ஏதாவது பர்சனலாக இருந்தா அப்புறம் வரேன் சார். ഒന്നുമില്ല, താൻ വാ. அதுக்கு இல்லை சார், இன்னொருத்தரோட சீக்ரெட் நம்மளுக்கு தெரிஞ்சதுன்னா நாளைக்கு நம்ம அவங்களோட எதிரி. இது எங்கள் தாத்தா தியரி சார். அப்படியா? சார். சார் என்ன வர சொல்லியிருந்தீங்களே சார். என்ன விஷயம் சார்? എന്താണോ ഇത്? തന്റെ പരിധിയിലല്ലേ ഈ ശാന്തംപാറ? ஆமாம் சார், அங்கே எந்த பிரச்சனையும் இல்லை சார். புதுசாக வர்ற அந்த கம்பெனி மேலே மக்களுக்கு நம்பிக்கை இல்லை. ஸ்ட்ரைக் பண்ணுற பப்ளிக்கோட எதிரி எப்போவுமே போலீஸ் தானே சார். ஆக்சுவலி அன்னைக்கு செல்ஃப் டிஃபென்ஸுக்காக தான் போலீஸ் திருப்பி அடிச்சது சார். ஒரு செகண்ட். ஹலோ. ஏய் ஜிவா சார், இங்கே பெஸ்ட் கண்ட்ரோல் பண்ணுறவங்க പുറത്തുണ്ട് സാർ. உடனே வர சொல்லு. இப்போ வரணும் இங்கே. கொசு அடிக்கிறத விட இவனை அடிக்கணும் சார். ஒரே ஒரு அடி இவன் கணத்துல விழுந்தா ஒரு கொசு உள்ள நுழையாது. இவர் யார் தெரியுமா? மினிஸ்டர் சார். அவருக்கு எவ்வளவு வேலை இருக்குன்னு தெரியுமா? இந்த ஊர் மக்கள் நிம்மதியா இருக்கணுங்கிறதுக்காக உட்காரும் போது, படுக்கும் போது, ஏன் சாப்பிடும் போது கூட அதை பத்தி தான் யோசிச்சுட்டு இருக்காரு. அந்த நேரத்துல கொசு வந்து கடிச்சுனா டேய், அவரு நிம்மதியா இருந்தாதான் இந்த ஊர் மக்கள் நிம்மதியா இருக்க முடியும். புரிஞ்சுதா? இதுக்கு மேல ஒரு கொசு உள்ள நுழைஞ்சது அவ்வளவுதான். சார் இப்ப இவனுக்கு புரிஞ்சிருக்கேன் சார். இனி பார்த்துப்பான். கிளம்பு சார். இன்னும் புரியலையா சார்? இது உங்க வார்த்தைகள். ട്രിവാൻഡ്രം ലാറ്റിക്സ് കമ്പനി സ്ട്രൈക്കില് നീങ്ക சொன்னது. അടിക്കേണ്ടിടത്ത് അടിക്കണം നമ്മൾ. അല്ലാതെ ചുമ്മാ അവിടെ ഇവിടെ തല്ലിയിട്ട് കാര്യമില്ല. നമ്മുടെ കൈ നോവുകയുള്ളൂ. சின்ன வயசுல அப்பா கூட நானும் அந்த ஸ்ட்ரைக்கு வந்திருந்தேன் சார். பார்ட்டிக்காக தீ குளிச்ச ஒரு മുരുകനെ ஞாபகம் இருக்கா சார்? മുരുകന്റെ മോനാണോ? ஆமா சார். சார் அப்பா உயிரோடு இருக்கும்போது உங்களை பத்தி எப்பவுமே பெருமையா சொல்லியிருக்காரு சார். സാർ ഫ്ലൈറ്റിന് സമയമായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ സാർ. സാറേ, അത് മറന്നു. എടോ, ഈ അയ്യപ്പൻ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. കോടതി കയറ്റാതെ ഒന്ന് അനുകൂലമാക്കി വിട്. ഇതെല്ലാം ഒരു വിഷയമാ സാർ. ഞാൻ പാത്തുக்கிறேன் സാർ. ശരി. അഭിവാദ്യങ്ങൾ 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 പീപ്പിൾസ് പാർട്ടിക്ക് അഭിവാദ്യങ്ങൾ പീപ്പിൾസ് പാർട്ടിക്ക് അഭിവാദ്യങ്ങൾ പീപ്പിൾസ് പാർട്ടി. അപ്പൊ വന്നിട്ട് വിശദമായിട്ട് കാണാം. ആ ശാന്തന്മാർ ഇഷ്യൂ ഒന്ന് നോക്കിക്കോളൂ. വഷളാക്കണ്ട. நீங்க தைரியமா அமெரிக்கா போயிட்டு வாங்க சார். நான் பாத்துக்கிறேன். അഭിവാദ്യങ്ങൾ 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 മന്ത്രി ദിനേശൻ അഭിവാദ്യങ്ങൾ മന്ത്രി ദിനേശൻ അഭിവാദ്യങ്ങൾ പീപ്പിൾസ് പാർട്ടിക്ക് അഭിവാദ്യങ്ങൾ. സാർ, ജനങ്ങളാകെ വയലന്റാണ്. വാർഡിലും പരിസരത്തുമെല്ലാം ആൾ കൂടിയിട്ടുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ സാറിനെതിരെ മോശം പരാമർശങ്ങളും ക്യാമ്പയിനും നടക്കുന്നുണ്ട്. സാറൊന്ന് സൂക്ഷിക്കണം സാർ.
സർ സ്ഥലം കുറവായതുകൊണ്ട് രണ്ട് കൂട്ടരും ഒരേ വാർഡിലാണ് കിടത്തിരിക്കുന്നത്. അതെവിടാ? ഇവിടെയാണ് സർ. ചേട്ടാ കാക്കക്കാരനും വന്നു. കറക്റ്റ് സമയത്ത് സാർ ആ സർ ഇവിടെ അല്ല സർ, അവിടെയാണ്. പത്ത് 30 വർഷമായി ഞാൻ ഈ ചിലപ്പ് തുടങ്ങിയിട്ട്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. മനസ്സിലായല്ലോ? യെസ് സർ. ആ താ സ്റ്റേഷനോട്ട് ചെയ്യല്ലേ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. സർ വർമ്മയാ രാജഭരണം മാറിയത് ഇവനൊന്നും അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ബാബാ താമ്പയെ പറഞ്ഞ മൊഴിയെടുക്കും. നന്നായിട്ട് കിട്ടിയോടാ? എവിടെ ചുമ്മാ വെച്ചിട്ടല്ലേ സാറേ. ആ മേക്കപ്പ് ഒക്കെ കൊള്ളാം. പിന്നെ ഞാൻ ഊരി തരും. ഇറങ്ങിയ ഉടനെ ഇവിടുന്ന് മുങ്ങിക്കണം. നിങ്ങൾ പാർട്ടിക്കാരാന്ന് ഇമാർക്ക് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല ആ ഇനിയിപ്പോ ഉണ്ടെങ്കിൽ തന്നെ ഊരി തന്നല്ലേ പറ്റുള്ളൂ. സാറേ അതെ ഞങ്ങളും ബാധിക്കപ്പെട്ടവരാ. ആ വരുന്നടാ, ഇവിടെ മൊഴി എടുത്തോണ്ടിരിക്കല്ലേ. നീ അവിടെ ഇരി. ആളിറങ്ങണ വേഗാട്ടെ അമ്മച്ചി പിടിച്ചോ. വല്യമ്മ എങ്ങോട്ടേക്കാ? മകന്റെ വീട്ടിലേക്കാ. അതല്ലെന്നേ എവിടേക്കാ പോകുന്നത്? ടിക്കറ്റ് പള്ളിപ്പുറത്തേക്ക്. പള്ളിപ്പുറം തന്നെ. ഇതാ അപ്പുറത്തോട്ട് ഇരുന്നോ. അവിടെ സീറ്റ് ഉണ്ടല്ലോ, കയറി. ആ അങ്ങോട്ട് ഇരുന്നു. എവിടെ ഇരി പിടിച്ചിരുന്നോട്ടോ. ആ മുമ്പിൽ ചേച്ചി ടിക്കറ്റ് എടുത്തായിരുന്നോ? ടിക്കറ്റ് तेरे बिन जैसे कि मैं बेवजह. Thank you. നമ്മുടെ മഹത്തരമായ കണ്ടുമുട്ടലിന്റെ 5 വർഷങ്ങൾക്ക്. നമുക്കൊരിത്തിരി വട്ടുണ്ടല്ലേ? കുറച്ചുള്ളൂ. അങ്ങനെയല്ല, ഈ ബർത്ത്ഡേ പോലും ആഘോഷിക്കാണ്ട് കണ്ടുമുട്ടിയ ദിവസം ആഘോഷിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടാവോ? ഈ ബർത്ത്ഡേക്ക് ഒരു സോഷ്യൽ ഇവന്റ് അല്ലേ? അതിന് അമ്മയും അച്ഛനും കൂട്ടുകാരും ഒക്കെ അവകാശികളാണ്. പക്ഷേ നമ്മൾ കണ്ടുമുട്ടിയ ഈ ദിവസം ഇത് നമുക്ക് മാത്രം അവകാശപ്പെട്ടല്ലേ? You know that amazing day when the prince met his princess. അതെ, മതി ഈ ബിൽഡപ്പ്. ഒരു കേക്ക് വാങ്ങാൻ കാശില്ലാത്തോണ്ടല്ലേ ഈ മരം നടിയില്. അതല്ല ജാനു, കൊറേ കഴിഞ്ഞ് ഞാൻ നിന്നെ ഇട്ടിച്ചു പോകുമ്പോ എന്നെ ഓർത്ത് പാടി നാട്ടുകാരെ വിറപ്പിക്കാതെ നിനക്ക് ഈ മരത്ത് വന്ന് തൂങ്ങി ചാവാലോ. അതിനായി മരം. മനസ്സിലായോ? ഇതാർക്കാ? സിം അടക്കമുണ്ട്. ഇനി വല്ലവന്റെ ഫോണിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയക്കല് നിർത്തിക്കോണം. സ്മാർട്ട് ഫോണോ? സമാധാനം പോവും ജാനു, നേരത്തെ എന്തിനാ? പിന്നെ സ്മാർട്ട് ഫോൺ ഉള്ളവരൊക്കെ സമാധാനം പോവല്ലേ? അതെ, ഇതല്ലേലും നിനക്ക് വേണ്ടിയിട്ടുള്ളതല്ല, എനിക്ക് കാണാൻ തോന്നുമ്പോ വിളിക്കാനുള്ളതാ. മനസ്സിലായോ? അല്ല പിന്നെ അച്ഛാ, ഓ നിർത്താറായില്ലേ? നിർത്തി. അങ്ങളെ പ്ലേറ്റ്. അമ്മാവനൊന്ന് കണക്ക് കയറ്റിച്ചല്ലോ. ഞാനിപ്പൊ ഫ്രീ ബേഡാടി. എന്റെ മോള് വലുതായി, സ്വന്തം കാലിൽ നിൽക്കാനായി. എനിക്കാണെങ്കിൽ ഭാര്യയില്ല, പ്രാരാബ്ദം ഇല്ല, ഒരു കുന്തോ ഇല്ല. അപ്പൊ 2 എണ്ണം കൂടുതൽ അടിച്ച പിന്നെന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. ഇനി എനിക്കൊരു സ്വപ്നേ ഉള്ളൂ, എല്ലാം ഉപേക്ഷിച്ചൊരു യാത്ര. അയ്യടാ, ഇനി ഉപേക്ഷിക്കാൻ മാത്രം എന്താ ഉള്ളേ? ബാറിലൊക്കെ ഉണ്ടോ? അതെ, എന്നിങ്ങനെ വന്ന് കൂടിയാ പോരാ, വേഗം കെട്ടിക്കോ, ഞങ്ങൾക്കും ട്രീറ്റ് വേണം. ട്രീറ്റ് വേണമെങ്കിൽ തരാം,
പക്ഷെ അതിനു വേണ്ടി ഞങ്ങൾക്ക് കെട്ടാനൊന്നും പറ്റത്തില്ല. പോട്ടെ. ശരി വാ, ശരി. ഓക്കെടാ. ശരി. ബൈ. വാ. ഇത് നോക്കി, രസമുണ്ടല്ലേ? ഇവിടെ തൊള്ളിക്കൊണ്ടിരുന്നു. നിന്റെ ബൈക്കാരെടുത്തോണ്ട് പോയി. അയ്യോ, സ്വന്തം ബൈക്ക് കള്ളം കൊണ്ടുപോയിട്ടും ഇവന്റെ റിയാക്ഷൻ കണ്ടില്ലേ? നീ സൂക്ഷിച്ച മോളെ, നിന്നാരെല്ലാം അടിച്ചോണ്ട് പോയാലും ഇവനെ ഇത്രയൊക്കെ തന്നെ വിഷമം. ഈ നമ്പർ ആർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഇത് നമ്മുടെ വിവേക് അല്ലെങ്കിൽ അമ്മയായിരിക്കും. വേറെ ആരാ എന്നെ വിളിക്കാം? വിവേക. ഹലോ. ആടാ, നീ ആ സ്റ്റേഷനിൽ നിന്ന് ബൈക്ക് കൊടുത്ത് നേരെ ഇങ്ങ് പോകുന്നല്ലേ? നിനക്ക് ആ ഫിയെ കണ്ടൊരു താങ്ക്സ് എങ്കിലും പറഞ്ഞോടായിരുന്നു. പുള്ളിനോട് ചോദിച്ചു. ഞാൻ അയാളുടെ നമ്പർ നിനക്ക് അയച്ചിട്ടുണ്ട്. നീ ഒന്ന് വിളിച്ചേരെ. ഓ ശരി. നമ്മുടെ ബൈക്ക് കണ്ടുപിടിച്ചതിന് ഞാൻ ആ സിയോട് താങ്ക്സ് പറയണമെന്ന്. അയാളല്ലേ ഡ്യൂട്ടി ചെയ്തതിന് ഞാൻ എന്തൊരു താങ്ക്സ് പറയണം? വല്ല കൈക്കൂലിക്കായിരിക്കും. അതെ, ഞായറാഴ്ച രേണുവിന്റെ കല്യാണം. നമുക്ക് നാളെ പോയാലോ? നാളെയോ? നാളെ വെള്ളിയാഴ്ച അല്ലേ? നാളെ പോകാൻ പറ്റില്ല. ഓ, കൊണ്ടുപോകാൻ പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. അല്ലടി ബുദ്ധൂസേ, നാളെ വണ്ടി സർവീസിന് കൊടുക്കണം. ഞായറാഴ്ച അല്ലേ കല്യാണം? ശനിയാഴ്ച രാവിലെ പോവാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് നേരെ മൈസൂർക്ക് പോവാം. ഓക്കെ? ഓക്കെ. നിർത്തടി. ചേട്ടാ, ശാന്തം പാറ. ആ ശാന്തം പറയാ. ആളിറങ്ങാനുണ്ട്. ഒരാളിറങ്ങാനുണ്ട്. വണ്ടി എടുത്തേ. വേഗം ഇറങ്ങേച്ചി. നീ ആ CCTV അയച്ചിട്ട് എത്ര നാളെടാ? ഇന്നും കൂടി നീ വന്നില്ലെങ്കിൽ നിന്നെ പൊക്കാനെ CA പറഞ്ഞാണ്. ആ അന്നാ നിനക്ക് നല്ലത്. സൈലൻസർ മാറ്റിയടാ. സാറേ കാണിക്കാൻ വന്നേ. ധൈര്യമായിട്ടിരിക്കുന്നു. ഞാനുള്ളത് ഒരു പ്രശ്നമില്ല. അത് ഒരു പ്രശ്നം വരാൻ പാടില്ല. ഞാൻ നോക്കിക്കോളാം. ഒരു മിനിറ്റ്, ഞാനിപ്പോ തിരിച്ചു വിളിക്കാം. എന്താ ആ AC കാരനെ CA എടുക്കാനുള്ളതാ. സുരേഷിനെ അയാള് പൂട്ടും. എല്ലാവർക്കും വേണ്ടിയാണ് അവനെ ചെയ്തത്. അങ്ങനെ അവനെ മാത്രം ആയിട്ട് ഉണ്ടാക്കണ്ട. എന്നാ ചെല്ലടാ, ചെല്ല്. എന്തിയേ, നീ പോണില്ലേ? ഇടികൊണ്ട് നീ തൂറും. ഒരു കാര്യം ഞാൻ എല്ലാവരോടായിട്ട് പറഞ്ഞേക്കാം. പ്രശ്നം പോലീസായിട്ടാ ഉണ്ടാക്കിയത്. അവനും അവരെന്തായാലും പൂട്ടും, അറിയാലോ. ഇതൊന്ന് സോൾവ് ചെയ്യാനാ ഞാൻ നോക്കുന്നത്. നെളിക്കാൻ നിന്നാലേ ഞാൻ പിടുത്തം വിടും. ദേ, ജില്ലാ പ്രസിഡന്റാ, മാറിയടാ. കേട്ടില്ലേ? ആ മുരളിയേട്ടാ സംസാരിച്ചു. CA സ്ഥലത്തില്ല. വന്നിട്ട് ഞാൻ ഒന്നുകൂടി സംസാരിക്കാം. നിന്റെ പെണ്ണിനെ നീ ഉപദ്രവിച്ച നിന്റെ പള്ളക്കും കറ്റും, മനസ്സിലാണോ? എന്തെങ്കിലും വന്നോ കേട്ടോ. വിളിച്ചോണ്ട് പോ. ഇതിലുണ്ടല്ലേ? CI സാറില്ലേ? സാർ പുറത്തു പോയിരിക്കാണല്ലോ, പറഞ്ഞോളൂ. CI സാർ എപ്പോഴാ വരിക? അതെങ്ങനെ പറയൂ കുട്ടി? അന്വേഷണത്തിന് പോയിരിക്കല്ലേ? ആ നിൽക്കുന്നവരൊക്കെ സാധനം കാണാൻ വന്നിരിക്കുന്നവരാ. കുട്ടി കാര്യം പറയൂ. ഞാനൊരാളെ കൊന്നു സാറേ. ഹലോ, അതെ, ഇവിടെ ഒരു പെണ്ണ് വന്നേക്കുന്നു. എന്താ എന്താ പ്രശ്നം? സാർ ഈ കുട്ടി ആരെയും കൊന്നു. കുറച്ച് വെള്ളം തരുമോ സാറേ? എന്താ മേഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
കുഴപ്പമില്ല സർ. എന്താ ഉണ്ടായത് മാഡം? എന്താ ഉണ്ടായെന്ന് പറയൂ. സാറ്, ഞാൻ SI ആണ്. ഈ സ്റ്റേഷൻ ഇൻചാർജ് CI സാറല്ലേ? ആള് വരട്ടെ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞോളാം. അത് കൊള്ളാമല്ലോ. അപ്പൊ സ്റ്റേഷൻ CI മാത്രം മതിയല്ലോ, ബാക്കി പോലീസുകാരൊക്കെ എന്തിനാ? മാഡം, കാര്യങ്ങൾ അന്വേഷിക്കാനും എഴുതിയെടുക്കാനും വേണ്ടിയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ മാഡത്തിന് എന്നോട് പറയാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ വനിതാ കോൺസ്റ്റബിളിനെ വിളിക്കാം. സാറിന് എന്നെ കണ്ടിട്ടൊരു ഭീരുവായി തോന്നുന്നുണ്ടോ? ഇവിടെ വന്ന് ഒരാളെ കൊന്നു എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ടെങ്കിൽ ഞാൻ അത് ആരോടും പറയും. പക്ഷെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥയിൽ എനിക്കിത് എല്ലാവരോടും പറയാൻ പറ്റില്ല. CI സാറ് വരട്ടെ, ഞാൻ ആളോട് പറഞ്ഞോളാം. സാറേ ഒരു മിനിറ്റ്. എന്താ? എൻ്റെ പൊന്നു സാറേ, ഇതൊരു വള്ളി പൊട്ടിയ കേസാണ് തോന്നുന്നത്. സാറ് സ്ത്രീ കഴിച്ച മരുന്ന് കണ്ടായിരുന്ന മാനസിക പ്രശ്നങ്ങൾ കഴിക്കുന്ന മരുന്നത്? അതെ സാർ, എൻ്റെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നല്ലേ? ഇത് വലിയ പണിയാവില്ലോടോ. താ ഒരു കാര്യം ചെയ്യും, CI വിളിച്ച് കാര്യം പറ. ഓക്കെ സാർ. സാറേ, സാട്ട മനസ്സാവനായിട്ടോ. ഹലോ. ആ സാറേ, ഒരു ഇൻറ്റിമേഷൻ തരാനുണ്ടായിരുന്നു. സാറേ, ഒരു സ്ത്രീ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. കൊന്നു എന്ന് പറഞ്ഞോ? ആരെ? ആ സാറേ, അതവർ പറയുന്നില്ല, സാറിനോടെ പറയുന്നേ. ആ ഞാനിപ്പോൾ അങ്ങോട്ട് വരാം. ശരി സാർ. ടൈഗർ പിയോണേറ്റ് ആൻസറിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. സർ, ഇന്നലെ 4 കേസാണ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ കേസ് 323, 326 ആൻഡ് 34 IPC പ്രകാരം എടുത്ത കേസാണ് സർ. പ്രതികൾ ആവലാതിക്കാരനെ ദേഹോപദ്രവേൽപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ ആവലാതിക്കാരൻ കോടതിയിൽ CMB ഫയൽ ചെയ്തിട്ടുള്ള വിരോധ നിമിത്തം ദേഹോപദ്രവേൽപ്പിച്ചതിനുള്ള കേസാണ്. സാർ, ആരോടും ആള്? ഇവരാണ് സാർ. അതിട്ടുണ്ടോ സാർ? വെരി ഗുഡ്. പറവച്ച, എന്താ കാര്യം? ഇതെന്താ സാർ എങ്ങനെ? എങ്ങനെ? ഇതൊരു ജനമൈത്രി പോലീസ് സ്റ്റേഷനല്ലേ? സ്റ്റേഷനിൽ വരുന്നവരോട് അറ്റ്ലീസ്റ്റ് ഇരിക്കാനെങ്കിലും ഒന്ന് പറയണ്ടേ? ഓ അതാണോ? ഇരി. ഇനി പറ. ഞാൻ ഒരാളെ കൊന്നു സാറേ. അയ്യോ, അത്രേ ഉള്ളൂ? മാഡം ചില്ലറക്കാരിയല്ലോ കേട്ടോ. ഒരാളെ തട്ടിയിട്ട് വന്നിട്ടാണ് ഇരിക്കാൻ കസേരയൊക്കെ ചോദിച്ചത്. നീ ആള് കൊള്ളാലോടി. അതെന്താ സാറേ? കുറ്റവാളികൾക്ക് മനുഷ്യാവകാശം അനുവദിക്കാൻ പറ്റില്ല എന്ന് ഏത് നിയമത്തിലാ പറഞ്ഞിരിക്കുന്നത്? നിർത്തടി. ഒരുത്തനെ ചാമ്പിട്ട് വന്നിട്ട് ഇന്ന് അവകാശം പറയുന്നു. കുറെ നാളായി ഇതിട്ടുണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഒരു കൊലപാതകയ്ക്ക് കൊടുക്കേണ്ട മര്യാദ എന്താണെന്ന് നീ എന്നെ പഠിപ്പിക്കണ്ട, മനസ്സിലായോ? പിന്നെ ദേ, ജനമൈത്രി അത് പുറത്ത് ബോർഡിൽ മാത്രമേ ഉള്ളൂ. ഇത് എന്റെ സ്റ്റേഷനാ. ഇവിടെ എന്ത് വേണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാ, കേട്ടല്ലോ? പക്ഷെ അവിടെ വ്യത്യാസമുണ്ട് സാർ. ഇത് കുറ്റം ചെയ്ത പ്രതിയെ സാർ അന്വേഷിച്ച് കണ്ടുപിടിച്ച കേസല്ല. ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ പൂർണ്ണ വിശ്വാസമുള്ള, അത് പരിരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഞാൻ സ്വയം വന്നിട്ട് പറയുന്ന കേസാ. ഇത് വ്യത്യാസമുണ്ട് സാർ. കഴിഞ്ഞ ജൂൺ 16 വെള്ളിയാഴ്ച എന്നെ നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു സാമൂഹ്യ വിരുദ്ധനെ കൊന്ന് ഒരു കാട്ടിൽ കുഴിച്ചിട്ടിട്ടുണ്ട്. കാട്ടിലോ? ഏത് കാട്ടില്? പൂപ്പാറയിൽ 2-ാം മൈലിനടുത്താ സാറേ. ഒരാവേശത്തിനെല്ലാം സംഭവിച്ചു പോയി സാറേ. നീ ആരെയാ കൊന്നേ? പേര് വിവേക് എന്നാ. ഒരു ഞരമ്പനാ സാറേ. ഒരു കാലത്ത് എന്റെ സുഹൃത്തായിരുന്നു. പബ്ലിക് പ്ലേസിൽ തോന്നിയ ദിവസം കാണിക്കും. വിവേക് പേടിച്ചു പോയല്ലോ. പേടിക്കണം. ചുമ്മാതാണോ സദാചാരക്കാരുണ്ടാകുന്നത്? ഇമ്മാരി ഉമ്മയെ കണ്ടാലേ ആർക്കല്ല അസൂയൊന്നും. എനിക്ക് വരെ തോന്നി ഒരെണ്ണം കിട്ടിയാ കൊള്ളാന്ന്. പക്ഷെ ഞാൻ അശ്വിനുമായിട്ട് റിലേഷൻഷിപ്പിലായതിനു ശേഷം വിവേകിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. ഒരുമിച്ചുള്ള യാത്രക്കിടയിൽ എപ്പോഴോ അവനെന്റെ ബാത്റൂം ഫോട്ടോസ് എടുത്ത് അത് കാണിച്ച് ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ശല്യം സഹിക്കാൻ വയ്യാണ്ടായപ്പോ ഞാൻ അവനെ
ടെന്റ് മീറ്റ് എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് കൊണ്ടുപോയി കൊന്നു കുഴിച്ചിട്ടു സർ. അല്ലേലും അവനാരാ എന്റെ ജീവിതത്തിൽ ഇടപെടാൻ? അല്ലേ സാറേ? പിന്നെ ഇപ്പൊ ഇത് ഏറ്റു പറയാനുള്ള കാര്യം എന്താ? ഞാൻ ചെയ്തത് തെറ്റായതുകൊണ്ട് നിയമം കയ്യിലെടുക്കാൻ ഒരു പൗരനും അവകാശമില്ലല്ലോ. ശരിയല്ലേ? സർ സർ എന്താടോ ഇവർക്കെന്ത് മാനസിക പ്രശ്നമുണ്ട് സാറേ? ഭ്രാന്തിന്റെ മരുന്ന് കഴിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഓ ചുമ്മാ അല്ല. അപ്പൊ താനൊരു കാര്യം ചെയ്യ്, തൻ്റെ അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസ് കൃത്യമായിട്ട് ഈ സാറിനൊന്ന് പറഞ്ഞു കൊടുക്കാം. ഇടോ എല്ലാം കൃത്യമായിട്ട് എഴുതി എടുത്തോണം കേട്ടോ. നമുക്ക് നോക്കാം, മോളിപ്പിച്ചല്ലേ. പറഞ്ഞു വിട്ടൂടായിരുന്നുള്ളൂ ഓരോ മാരണങ്ങള്. സാർ എന്നെ ഒഴിവാക്കാണോ? സാറ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇത് ഞാൻ കൊന്നവന്റെ. ചുമ്മാ ഒന്ന് അന്വേഷിച്ച് നോക്ക്. അതൊരു വെറും വാക്കാണെന്ന് തോന്നുന്നില്ല സാർ. അവർ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്. അത് ഞാൻ നോക്കിക്കോളാം, താൻ ചെല്ലേ. സർ റൗണ്ട്സിലാരടാ? ഷാബിലും ജോബിയാണ് സാർ. ഇത് കൊടുത്തിട്ട് അമ്മയോടൊന്ന് അന്വേഷിക്കാൻ പറ. സാർ സാറേ വണ്ടി ഒന്ന് നിർത്തിയതേ, കോളുണ്ട്. ഷാബിലെ വാട്സപ്പിലേക്ക് ഞാനൊരു അഡ്രസ് അയച്ചിട്ടുണ്ട്, ഒന്ന് നോക്കിയേ. ഇതിവിടെ അടുത്താ സാറേ. സാറേ ഇതിവിടെ അടുത്താണ് സാറേ. എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുച്ചു റിപ്പോർട്ട് ചെയ്യും. മിസ്സിംഗ് കേസാണ്. ക്ലിയർ ആയിട്ടുണ്ട് സാറേ. ഓവർ. സാറേ ഉള്ളതാണോ? നിനക്ക് എന്ത് രാജ ഓരോ വട്ട് കേസ്. ഓ സാർ പുറത്ത് നിറച്ച് മീഡിയക്കാരാണ് സാർ. മീഡിയക്കാരോ? എന്താണ് സാർ സംഭവിച്ചത്? എന്താ സംഭവം? വ്യക്തമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തിനാണ് സാർ ആ പെൺകുട്ടി കൊല നടത്തിയിരിക്കുന്നത്? ആരെയാണ് സാർ കൊന്നിരിക്കുന്നത്? പീഡനമാണോ സാർ? എന്ത് അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്? താൻ ഒരാളെ കൊന്നു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട് എന്ന് വെച്ച് തെളിവെടുപ്പ് എന്ന് പറഞ്ഞ് പോലീസിന് ചാടി ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. നേരിട്ട് വന്ന് പറഞ്ഞിട്ട് അന്വേഷണം വൈകിപ്പിക്കുന്നത് എന്തിനാണ് സാർ? ആര് വൈകിപ്പിച്ചു? അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? ആര് പറ്റില്ല എന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞത് പോലീസിന് ചില നിയമ നടപടി ക്രമങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഈ കൊച്ചു കൊന്നു എന്ന് പറഞ്ഞ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അത് കഴിഞ്ഞ് ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. അതും കഴിഞ്ഞിട്ടാണ് കേസെടുക്കലും മൊഴിയെടുക്കലും ഒക്കെ നടക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ പെൺകുട്ടിയുടെ മാനസിക നിലയിൽ ഞങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ട്. അതുകൊണ്ട് സാർ എന്താ പറഞ്ഞേന്ന്? ഇത്രയും മീഡിയക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നെ ഭ്രാന്തിയാക്കിയത്? മാഡം ഒരു ഗുളി കഴിക്കുന്നത് ഞാൻ കണ്ടതാ. അത് മാനസിക പ്രശ്നമുള്ള കഴിക്കുന്നതല്ലേ? ഇതോ പ്രഷറിന്റെ ലിസ്നോപ്പറിൽ എന്നാണോ തനിക്ക് ഭ്രാന്തിന്റെ ഗുളിയായത്? തന്നെ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് ഭ്രാന്തിന്ന് വിളിച്ചില്ലേ? തനിക്ക് ഞാൻ ആരാന്നറിയോ? ഐ ആം എ ഡോക്ടർ, ഡോക്ടർ ജാനകി ഗണേഷ്. കുറ്റം ചെയ്ത ഒരാളത് ഏറ്റു പറയാൻ വരുമ്പോൾ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്റെ പ്രഷർ ഷൂട്ടപ്പ് ചെയ്തു. ശരിയാണ്, ഞാനൊരു തെറ്റ് ചെയ്തു. അതിന് ഇന്ത്യൻ ശിക്ഷാ നിയമം അനുശാസിക്കുന്ന ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ട് തന്നെയാണ് ഞാനിവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോ തൊട്ട് ഈ ഓഫീസർ എന്തൊക്കെയോ മുൻവിധികളോട് കൂടിയിട്ടാണ് എന്നോട് പെരുമാറുന്നത്. ഞാനൊരാളെ കൊന്നു എന്ന് പറഞ്ഞിട്ടും മറവ് ചെയ്ത സ്ഥലം കാണിച്ചു കൊടുക്കാൻ തയ്യാറായിട്ട് പോലും പരിശോധിക്കാൻ ഇതുവരെ ഈ ഉദ്യോഗസ്ഥൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. മാഡം നിങ്ങൾ ആരെയാണ് കൊന്നത്? മാഡം എന്തിനു വേണ്ടിയാണ് കൊന്നത്? ഞാനെല്ലാം പോലീസിനോട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എനിക്കിനി പറയാൻ വയ്യ. പ്ലീസ്. ഒന്ന് പറയൂ മാഡം, പ്ലീസ് പ്ലീസ്. 18 ബ്രാവോ ആൻസറിംഗ്. സാറേ ഞാൻ ആ പയ്യന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിച്ചു. ആ വീട്ടിൽ നിന്ന് ഒരാഴ്ച മുമ്പ് ഫാം ഹൗസിലേക്കൊന്ന് പറഞ്ഞു പോയതാണ്. ഫാം ഹൗസിൽ അന്വേഷിച്ചപ്പോ 2-3 ദിവസം മുമ്പ് ഒരു പെണ്ണ് വന്ന് കൂട്ടിക്കൊണ്ടുപോയെന്ന് അറിയാൻ കഴിഞ്ഞത്. ആ പെണ്ണ് വന്ന കാർ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ഒരു ജാനകിയുടെ പേരിലുള്ള കാറാണ്. എന്തായാലും
പയ്യന്റെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. മിസ്സിംഗ് കൺഫേം ആണെന്നാണ് സാർ തോന്നുന്നത്. ഞാൻ പറഞ്ഞില്ലേ സാറേ, ഞാൻ അവനെ കൊന്നതാ. വണ്ടി എടുക്കണോ? ഹലോ. ഇല്ലില്ല, ലൊക്കേഷനിലോട്ട് ചെല്ലുന്നേ ഉള്ളൂ. അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ, ചെന്നിട്ട് എന്താ ഉണ്ടായെന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. ചെന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? ഇതെന്താ വല്ല തീ പിടുത്തുണ്ടായോ? ഇത് തീ അണയ്ക്കുന്നവരല്ല, പിടിപ്പിക്കുന്നവരാ. ഇത് പിടിച്ചേ. പോരാ. ആ ജീപ്പിൽ കാക്കിയാണോ ഷാജോട്ടാ? അതെ ഞാനുണ്ട്. ആ കേറ്. എവിടാ? അവിടെ സാറേ. ആളുകളൊക്കെ ഒന്ന് പുറകോട്ട് നിർത്ത്. ആ പെണ്ണ് പറയുന്ന കള്ളമാണ്. വെറുതെ വല്ലതും പറയോ? അത് ഡോക്ടറല്ലേ? ഉറപ്പാ. ആവശ്യം. ചേട്ടാ എന്താ സംഭവം? വല്ല കഞ്ചാവണാ? എന്നാ കൊള്ളായിരുന്നു ചേട്ടാ. അപ്പോൾ പെണ്ണുണ്ടല്ലോ അവിടെ ആരെയോ കൊന്നു കുഴിച്ചിട്ട് വന്നു. കൊന്നെന്നാ? വാ. ഇവിടെ എത്തിയപ്പോഴേക്കും അവന് കാര്യം മനസ്സിലായി സാറേ. അവനെ ഓടാൻ ശ്രമിച്ചു. അതവന്റെ സാറേ. എന്നിട്ട് ഞങ്ങൾ അവനെ കൊന്ന് കുഴിച്ചിട്ടു. ഞങ്ങളോ? നീ ഒറ്റയ്ക്കായിരുന്നല്ലേ പറഞ്ഞേ? അല്ല സാറേ, ഒരാണിനെ ഒറ്റയ്ക്കോ അല്ല എന്നെ കൊണ്ട് പറ്റില്ലല്ലോ സാറേ. എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. അതാരാ? അതാരാന്ന് പറയൂ. അതീ നിൽക്കുന്ന CI സാറാ. എനിക്ക് മടുത്തു സാറ്. 4 ദിവസമായി ഞാനൊന്ന് ഉറങ്ങിയിട്ട്. എപ്പോ കണ്ണടച്ചാലും എനിക്ക് അവന്റെ തുറച്ച കണ്ണ് ഓർമ്മ വരുന്നത്. എനിക്കിനി വയ്യ. അനാവശ്യം പറഞ്ഞാണല്ലോ, നിന്റെ നാമം ഞാൻ ചവിട്ടി പറിച്ചെടുക്കും. എന്തൊക്കെ പറഞ്ഞാലും എന്റെ കോൾ ഹിസ്റ്ററി മാറ്റാൻ പറ്റുമോ സാറേ? രാത്രി 8:45 സാറല്ലേ അവരോട് കൊണ്ടുവരാനുള്ള വഴി എനിക്ക് പറഞ്ഞു തന്നത്. നമ്മുടെ കാട്ടുകാരനെ പെട്ടാ അയാള് നമ്മുടെ പൂപ്പാറകളെ കൊന്ന് കുഴിച്ചിട്ടുണ്ടെന്ന്. ആ ദൈവയുടെ പെണ്ണൊന്ന് സ്ഥലം കാണിച്ചു കൊടുക്കാന്നേ. ഇവിടെ ഭയങ്കര ബഹളാ. നീയെ നമ്മുടെ പിള്ളേരെ കൂടി വേഗം വാ. അതേടെ കാക്കക്കാരനെ കൊന്നെന്ന്. മൊത്തം കൂട്ടാൻ പോണോ? നീ വിളിക്കടാ. തന്നെ തല്ലില്ലടോ. തന്നെ ശരിയാക്കി തരാം. വിടടാ. ഭാഷേ എന്താ ആനത്തോപ്പേട്ട് നമ്മുടെ റിൻഡോനെ കാക്കക്കാരനെ തല്ലി. കേറടാ, ഒന്ന് പെട്ടെന്ന് കേറടാ. വണ്ടി എടുക്കടാ. എന്റെ സ്വഭാവം അറിഞ്ഞൂടാ ഒക്കെ. പോലീസിന്റെ അടുത്തല്ലേ അവളുടെ പുള്ളകളി. താനെന്തിനാ എന്റെ കൈ പിടിച്ചേക്കുന്നത്? വിടണം അങ്ങോട്ട്. സാറേ, എനിക്ക് സാറിന്റെ അടുത്ത് വിരോധമൊന്നുമില്ല. എന്നേ നാട്ടുകാർക്കുണ്ട്. സാർ അവരെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ തല്ലാനും കൊള്ളാനും 4-3-7 പോലീസുകാരേ ഉള്ളൂ. സാർ അത് മനസ്സിലാക്കണം പ്ലീസ്. മാറ്റില്ലത്തിനെ മാറിക്കണം. ഓ വണ്ടി എടുക്ക്.
എങ്ങോട്ടാ സാറേ? ആളൊക്കെ ഒന്ന് കുഴിച്ചിട്ടിട്ട് അത് വിളിച്ചു പറഞ്ഞ പെണ്ണിനെയും ചോദിക്കാൻ വന്ന ഞങ്ങളുടെ ചെക്കിനെയും തല്ലി ഇരുപത്തും കാണിച്ച് സാർ എങ്ങോട്ടേക്ക് പോകുന്നേ? നിങ്ങൾ ദൈവം പ്രശ്നം ഉണ്ടാക്കരുത്, മാറിയിക്കണം. രാജൻ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. അത് ഇക്കാര്യത്തിൽ മെമ്പർ പറയത്തില്ല സാറേ, കാര്യം അങ്ങനെ അറിയാം. ഞങ്ങളെ പ്രശ്നത്തിനൊന്നും വന്നതല്ല സാറേ, പക്ഷെ ഇയാളെ ഇപ്പൊ അവിടുന്ന് കൊണ്ടുപോയാ ഒരു പോട്ടി പോയിട്ടില്ല. ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളും ചോറ് തന്നെ കഴിക്കുന്നത്. നിങ്ങൾ അന്വേഷണത്തിന് തടസ്സം നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടി വരും. അത് കാണാൻ സാറേ, നിയമ നടപടികളെ കുറച്ചൊക്കെ ഞങ്ങൾക്കും അറിയാം. CI ശവ ഇവിടെയല്ലേ കുടിച്ചിരിക്കുന്നത്. അപ്പൊ അന്വേഷണം ഇവിടെയല്ലേ ഉണ്ടാവുന്നത്. അന്വേഷിക്കേണ്ടവർക്ക് ഇവിടെ വന്ന് അന്വേഷിച്ചോളും. നമ്മുടെ ആൾക്കാരുണ്ടേടാ. അനേഷ് ഹലോ സർ. യെസ് സർ, ഞാൻ ശാന്തമ്പാറ സ്റ്റേഷനിലെ SI പ്രശാന്ത് വർമ്മയാണ്. പറയൂ പ്രശാന്ത്. സർ, ജാനകി എന്ന പെൺകുട്ടി ഒരാളെ കൊന്നു പറഞ്ഞ് സ്റ്റേഷനിൽ വന്നിരുന്നില്ലേ? അതെ സർ, ആ സ്ത്രീ പറഞ്ഞ പ്രകാരം ഞങ്ങൾ അവരെയും കൂട്ടി മൃതദേഹം കുഴിച്ചിട്ടെന്ന് പറയുന്ന ആനത്തോപ്പിലെത്തി. സർ, അവരെ കുഴിയും കാണിച്ചു തന്നു. പക്ഷെ അവരിപ്പം പറയുന്നത് ആ കൊലപാതകത്തിൽ CA കരുണ സാറിന് പങ്കുണ്ടെന്നാണ്. CIയെ നാട്ടുകാരെല്ലാം ചേർന്ന് തടഞ്ഞു വെച്ചിരിക്കുകയാണ് സർ. വിവരം പറഞ്ഞ നാട്ടുകാരെല്ലാം കൂട്ടത്തോടെ വരുന്നുണ്ട് സർ. മാത്രമല്ല മീഡിയ ഉണ്ട് സർ. പ്രശാന്ത്, ഹോൾഡ് ഓൺ. സർ, SP is calling. Good morning, sir. ഗുഡ് മോർണിംഗ്. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ പൂപ്പാറ? ന്യൂസിലെല്ലാം കാട്ടുறாங்க. സർ, CI കരുണിന് കൂടി താൻ ചെയ്ത കൊലപാതകത്തിൽ പങ്കെടുന്ന ആ സ്ത്രീ ഇപ്പോൾ പറയുന്നത്. സ്പോട്ടിൽ നിന്നും SI പ്രശാന്ത് ഉണ്ട്. ഞാൻ കണക്ട് ചെയ്യാം സർ. പ്രശാന്ത്, SP സർ ലൈനിലുണ്ട്. ഗുഡ് മോർണിംഗ് സർ. നോട്ട് അറ്റ് ഓൾ പ്രശാന്ത്. വാട്ട് ഈസ് ദ കണ്ടീഷൻ നൗ? സർ, കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. ഇന്നലത്തെ ലാത്തിച്ചാറിന് ശേഷം നാട്ടുകാരെല്ലാം പോലീസിനെതിരാണ്. ആളുകൾ പെട്ടെന്ന് കാണും വയലന്റ് ഹെൽപ്പിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ട ആരെയും കൊണ്ട് വരണം. അഡീഷണൽ ഫോഴ്സും വേണം സർ. Okay, Prashant, listen. Hide CA away from public and don't provoke them. Got it? Sir. Raj, are you listening? Yes, sir. We need backup. Inform the forest department and RDO for digging. Immediately. Sure, sir. Prashant, we'll be there in few minutes. Thank you, sir. Okay. എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ പ്രതിസ്ഥാനത്തായതിനാൽ SP ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥ സംഘം സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. അവരെത്തിയാൽ ഉടനെ തന്നെ ബോഡി കുഴിച്ചെടുത്ത് നമ്മുടെ ശാന്തന്മാരുടെ പോലീസ്. അയ്യോ, ഇത് നമ്മുടെ ജാനകിയല്ലേ? എടാ രാജീവേ, എന്താടാ? CI കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണ് പറയുന്നേ. ഇതില് കാക്ക പെടും. എന്നിട്ട് ബോഡി കിട്ടിയോടാ? തോണ്ടാൻ തുടങ്ങിയിട്ടില്ലെന്നേ. മെമ്പറൊക്കെ വന്നിട്ടുണ്ട്. കാക്കയുടെ തൊപ്പി തെറിച്ചാ മതിയാ. രാജാ. ആ സാർ. എന്താ സാറേ? ഞാനൊക്കെ പോലീസായിരുന്നെങ്കിലേ ആ കാക്കേനെ കുനിച്ചീർത്തി ഇടിച്ചാണ് കുഴി കൊണ്ടിച്ചാണ്. മനസ്സിലായ മെമ്പറെ? രാജാ, നമുക്ക് കുഴി വെട്ടാൻ രണ്ടുപേരെ വേണം. അതിനെന്താ സാറേ, ഇപ്പൊ തന്നെ ശരിയാക്കാം. ഒറ്റയാണ് അനയിൽ പോരുത്. തെളിവ് നശിക്കാതിരിക്കാൻ അങ്ങോട്ട് കയറാന്ന് പറയുന്നത്. ഇനി നീ എല്ലാം കൂടെ അങ്ങോട്ട് കയറി ഉണ്ടാക്കി വല്ല മിസ്സായി ഉണ്ടല്ലോ. എല്ലാത്തോടെ എഴുതി കുട്ടി അകത്തോട്ട് എണ്ണിക്ക് ഞാൻ. അറിയോളെ ഇനി ആർക്കടെ കയറണ്ടേ? നിനക്ക് കയറണോ? നിനക്ക് കയറണോ? നിനക്ക് കയറണോ? പേടിപ്പിക്കൊന്നും വേണ്ട സാറേ, ഞങ്ങൾ തെളിവ് നശിപ്പിക്കാൻ വന്നവരൊന്നുമല്ല. ഞങ്ങൾ മാറിക്കോളാം. പിന്നെ സാറ് വല്ലാണ്ട് എഴുതി കൂട്ടി ബുദ്ധിമുട്ടൊന്നും വേണ്ട. ആ പെണ്ണ് പറഞ്ഞ പ്രതി ഞങ്ങളല്ല, നിങ്ങളുടെ CA. ഗുഡ് മോർണിംഗ് സാർ. മൂന്നാർ DFO പറഞ്ഞിട്ട് വന്നാണ്. ഞാൻ ദേവികുളം റേഞ്ച് ഓഫീസറാണ്. உங்களுக்கு ஏதாவது ഫോർമാലിറ്റീസ്? നോ സാർ. കൊലപാതകമായതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ആയുധവുമായി കാട്ടിലോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ അഡീഷണൽ കേസ് ചാർജ് ചെയ്യാം. ദാറ്റ്സ് ഓൾ.
Which way? This way, sir. Sir. Wait. Please. ഞാനൊന്ന് നോക്കട്ടെ. ക്രൗഡ് കൊഞ്ചം ക്ലിയർ പണി സാർ. മാറി നിൽക്ക്. பின்னாடி போங்க. கிளியர் பண்ணி சொல்லுங்க அந்த சைடு. Don't disturb us. கிளியர் பண்ணுங்க. இறங்கி வரணும். பாத்து போங்க. Back. Let us do our work. ആയി പോടാ. ഇറങ്ങും സാധനമൊക്കെ എടുക്ക. ഇറങ്ങും. സ്റ്റാൻഡേർഡാ. ഓ ഇനി ബുക്കും പേപ്പറൊക്കെ ഉണ്ടോടാ? പിന്നെ ചവന്തോണ്ടാവുന്ന ഞാൻ കോണവും കൊണ്ട് നടക്കുമല്ലേ. വന്ന് പോ സാറേ. என்ன பிரசாந்த், வண்டியில் இருக்கும்போது ஏசி போட்டு கொடுத்துருக்கலாம்ல. உங்க சுப்பீரியர் தானே. എന്തായി സാറേ, കാക്ക കൊടുങ്ങോ? കാക്കയാ? ஒரு பொண்ணு என்ன சொன்னாலும் இந்த ஊர் அதை அப்படியே நம்பிடும். கரெக்ட் தானே கர்ணன்? അതെ സാർ. പേരെന്നാ? ജാനകി. குளிச்சிட்டது இங்க தானே? അതെ സർ. அப்போ தோண்டி பார்த்துடலாம். லெட்ஸ் டிக் இட். അത് മാറിയേ. തോന്നുകൊണ്ട് ചാന്റെ മാറിയിട്ട്. നമസ്കാരം. என்னன்னா சாப்பிட்டாச்சா? இதெல்லாம் முடிஞ்சதுக்கு அப்புறம் தான் எங்களுக்கு சாப்பாடு. சாமி சரணம். ഓ ശരണം ഇപ്പ. கொஞ்சம் பார்த்து. സാറേ, സർ ഇയാൾ നമ്മുടെ മിസ്സിംഗ് റെക്കോർഡ്സിലുണ്ടെന്ന് തോന്നുന്നു. Confirm whether it is the same person. Sir. Yeah. ഹലോ, ശാന്തമ്പാറ പോലീസ് സ്റ്റേഷൻ. മഹേഷ്, പ്രശാന്ത്. ആ സാർ. ഇന്നൊരു പാസ്റ്റർ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലേ തിരുവനന്തപുരത്ത്? കാട്ടക്കട പോലീസ് സ്റ്റേഷനാണോ സാറേ? ആ അത് തന്നെ. ഡു മീ എ ഫേവർ, അതിന്റെ ഫോട്ടോസും മറ്റു ഡീറ്റെയിൽസും എല്ലാം പെട്ടെന്ന് എനിക്കൊന്ന് വാട്സ്ആപ്പ് ചെയ്തേ. ഓക്കെ സാർ. സാറേ ഒരെണ്ണം കൂടിയുണ്ട്.
അയ്യോ ഇത് നമ്മുടെ അശ്വിനല്ലേ? നീ പെട്ട് കേസിൽ അപ്രതീക്ഷിത വഴിത്തിരിവ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിൽ ഒന്നിനു പകരം 2 മൃതദേഹങ്ങളാണ് പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. 2 മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞു. എന്നാൽ ആശ്ചര്യജനകമായ വസ്തുതയുണ്ടെന്നാൽ കുഴിച്ചിട്ടെടുത്തു നിന്നും CI കരുണിന്റെ സ്മാർട്ട് വാച്ച് കൂടി പോലീസ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുകയാണ്. 2 മൃതദേഹങ്ങളും തിരിച്ചറിഞ്ഞു. എന്നാൽ ആശ്ചര്യജനകമായ വസ്തുത എന്തെന്നാൽ പെൺകുട്ടി കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞ വിവേകിന്റെ ബോഡി ഇതുവരെയും പോലീസിന് കണ്ടെത്താനായിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ കുറ്റാരോപിക്കുന്ന ഈ സാഹചര്യത്തിൽ താങ്കളുടെ പ്രതികരണം എന്താണ്? അയാളെ കള്ളനാ, അയാളത് ചെയ്യും, ഞങ്ങൾക്ക് അറിയാം സാറേ. കഴിഞ്ഞ ദിവസം കെമിക്കൽ ഫാക്ടറിക്കെതിരായിട്ടുള്ള നിരാകരണ സമരത്തിലേക്ക് കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് കാശ് മേടിച്ച് പോലീസിനെ ഇറക്കി തല്ലിച്ചവച്ചന ICI. ഇന്ന് രാവിലെ മൊഴിയെടുക്കാൻ വന്നിട്ടേ ജനങ്ങളുടെ ഭാഗത്തോടൊന്നും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഈ കള്ളം. അയാൾക്ക് വമ്പന്മാരായിട്ട് ബന്ധമുണ്ട് സാറേ. അല്ലെങ്കിൽ ഇത്രയും തെളിവിട്ടിട്ട് പോലീസുകാരെന്താ അയാളെ അറസ്റ്റ് ചെയ്തത്? നീയപ്പോ എല്ലാവർക്കും ഒരുപോലെയല്ലേ സാറേ? ജനങ്ങളാകെ വയലന്റ് ആണല്ലോ. I know. நம்ம உடனே இங்கிருந்து கிளம்பணும். அதுக்கு வேண்டிய ஏற்பாடு பண்ணு. ராஜ் சார், ஃபோர்ஸ் ரெடி பண்ணுங்க. பட் தட் இஸ் only for safety. Yes sir. என்ன ஆனாலும் பப்ளிக் மேல ஒரு அடி கூட படக்கூடாது. Yes sir. புரிஞ்சுதா? Sir. பிரஸும் மீடியாவும் நம்மள சுத்தி இருக்காங்க. And பிரசிடென்ட் சொன்ன நல்ல வார்த்தையை தயவு செஞ்சு கெடுத்துறாதீங்க. புரிஞ்சதில்ல? I will speak to the crowd. Okay. சார் சார் வேண்டாம் சார். ஜனங்களை கூட்டத்தோட சார். பிரசாந்த், எப்பவுமே கூட்டத்துக்கு புத்தி இல்ல, தனியா யோசிக்கிறவனுக்கு தான் புத்தி. சத்தம் போடாதீங்க. சத்தம் போட்டு எந்த பிரயோஜனம் இல்ல. இது அமைதியா இருங்க, அமைதியா இருங்கன்னு சொன்ன. அமைதியா இருங்கயா. அமைதியா இருக்கேன்னு சொல்றேன்ல. உங்ககிட்ட பேச தானே வந்திருக்கேன், கொஞ்சம் கேளுங்கயா. பேச வந்திருக்கேன்ல. இங்க எதுவும் தப்பா நடக்கல. இத்தனை போலீஸுகார் வந்து ரசிக்கான் இயாள் ஆரா? மினிஸ்டரா? அந்த கெமிக்கல் ஃபேக்டரியில் நடந்த பிரச்சனையில ஏதோ தப்பு நடந்திருக்கு, எனக்கு அறியாம். ஆனா அதுக்கும் இதுக்கும் எந்த சம்பந்தமும் இல்ல. புரியுதா? கூட்டத்துல யாராவது ஒருத்தன் தப்பு பண்ணாங்கிறதுக்காக எல்லாரையும் தப்பா நினைக்காதீங்க. இங்க யாரு தப்பு பண்ணியிருந்தாலும் அதுக்கான தண்டனை உங்களுக்கு கிடைக்கும். அதுக்குதான் நான் இங்க வந்திருக்கேன். புரியுதா? தினமும் நான் கடவுளை வேண்டவையா. அந்த நான் இத போட்டுட்டு போய் சொல்லுவேனா? நீங்க வா. நம்ம CI கருணன் லஞ்சம் வாங்கினதா நீ சொல்றத பார்த்த. അത് ആധാരത്തോടെ சொன்னியா இல்ல വെറുതെ പറഞ്ഞോ? തെളിവൊന്നുമില്ല സാറേ, പക്ഷെ അയാളത് ചെയ്യും, എനിക്ക് ഉറപ്പാണ്. ஓ அப்படியா? தம்பி, உங்களுக்கு இந்த கூட்டத்தை சேர்க்கறதுக்கு நல்ல திறமை இருக்கு. ஏதாவது இந்த அரசியல் கட்சியில சேர்ந்து ஒரு கை பார்க்கலாமே? ஆனா அந்த திறமையை என்கிட்ட காட்டாத.
ஏன்னா கூட்டத்தை கலைக்கிறதுல நான் கில்லாடி. சுரேஷ், நீங்க ரொம்ப நல்ல பையனா இருக்கீங்க. எல்லாரையும் ஒரே மாதிரி நம்பாதீங்க. ஏன்னா சில கேடி பசங்க மாலையை போட்டுட்டும் போய் சொல்லுவாங்க. Sir, it's finished. Do the procedures. Sir, clear the body. അശ്വന്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് പ്രകാശിന്റെ മോർച്ചറിലേക്ക്. എന്തായി, അയാളുടെ ഭാര്യ പുറപ്പെട്ടോ? അവര് പുറപ്പെട്ടിട്ടുണ്ട് സാർ. ഒരു 6 hours ജേർണി ഉണ്ട്, രാത്രി എത്തും. സാർ, ആ സ്ത്രീ പറഞ്ഞ ബോഡി ഇത്രയും വലിയ കാട്ടുക്കുള്ള എവിടെ പോയി നോക്കാനാ? ലെറ്റ് കം ബാക്ക്. താൻ ആ പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യം ഒന്ന് നോക്ക്. ആൻഡ് ആ പയ്യന്റെ അച്ഛനും അമ്മയും ഒന്ന് കാമായതിനു ശേഷം മൊഴിയെടുക്കണം. ഓക്കെ സാർ. ഓക്കെ. പ്രശാന്ത്, ആ CI കരുണന്റെ ഫോൺ വാങ്ങിച്ചു വെച്ചേക്ക്. സർ, ബലപ്രയോഗത്തിലൂടെ കഴുത്തിൽ കുരുക്കിയാണ് 2 കൊലകൾ നടത്തിയിരിക്കുന്നതാണ് പ്രാഥമിക നിഗമനം. കഴുത്തിൽ അതിന്റെ പാടുകൾ കാണുന്നുണ്ട്. യുവാവിനെ മർദ്ദിച്ച ശേഷമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അയാളുടെ ഷർട്ടിലും മറ്റും എന്തോ ഓയിൽ പുരണ്ട ഷൂ ഇട്ട് ചവിട്ടിയ പാടുകളും കാണുന്നുണ്ട്. പാടുകൾ കണ്ടിട്ട് അതൊരു 9-ാം നമ്പർ ഷൂ ആണ്. മാത്രമല്ല, കൊലയാളിയുടെ വലതു ഷൂവിന്റെ സോളിൽ ഒരു ഡാമേജും ഉണ്ട്. ഓക്കെ ഓക്കെ, சொல்லுங்க പ്രശാന്ത്. ആ സർവീസിനടുത്ത ജീപ്പിന്റെ കാര്യം എന്തായി? അതിന് നല്ല പണിയുണ്ട് സാറേ. 3 ദിവസം കൂടി പിടിക്കുമെന്ന് പറഞ്ഞു. ഈ സ്റ്റേഷനിൽ 2 ജീപ്പി ഉള്ളതെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞിട്ടുണ്ട് സാർ. ധനേഷേ, എന്തോ പറ്റി? ഒന്നും പറയണ്ട സാറേ. CI സാറെ വീട്ടിലാക്കാൻ പോയതാ. ഹീറ്റ് ഷീൽഡ് ഇല്ലാത്തോണ്ട് ഷൂ ഉരുക്കി പിടിച്ച്. നല്ല നേരായിട്ട് തെറി കേട്ടില്ല. സാർ, കരുണൻ വിളിച്ചിരുന്നു. ഒരു അർജന്റ് മീറ്റിംഗിലായതുകൊണ്ട് ഫോൺ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോഴാ കാര്യങ്ങൾ അറിഞ്ഞത്. എന്താ അവസ്ഥ? சார், பெருசா ஒன்றும் இல்லை. இந்த பொண்ணு மீடியா முன்னாடி இந்த விஷயங்கள்லாம் சொன்னதுனால ஒரு சின்ன ஒரு ஹைப், அவ்வளோதான். മിനിസ്റ്റർ ട്രാവലിലായതുകൊണ്ട് കണക്ട് ചെയ്യാൻ പറ്റിയില്ല. അറിയാലോ, സാറിന് വളരെ വേണ്ടപ്പെട്ട ആളാണ് കരുണൻ. ഒന്ന് നോക്കി കൈകാര്യം ചെയ്തേക്കണേ സാർ. சார், என்ன சார் இது? நீங்க இதை சொல்லணுமா? நான் பார்த்துக்கிறேன் சார். താങ്ക് യു. Prashant, sir, you should not attend any phone calls. No communication with anyone or media. Yes, sir. Since the victim is a policeman, matters can be manipulated. Yes, sir. Okay? Okay. You both come with me. അയ്യോ, അമ്മേ, അമ്മേ. Prashant, குழந்தை இருக்கு, ஜாக்கிரதை. Sir. We should not be a disturbance in any way. Sure, sir. எதுக்கு பயந்து ஓடுறீங்க? மோண்ட பேரெந்தா? மா, நான் SP ஃப்ரம் இடுக்கி. வீடு கொஞ்சம் சர்ச் பண்ணு. പോയി ബാഗ് ഒന്ന് പിടിച്ചോ. ഇവിടെ ഒന്നുമില്ല സർ.
വാട്ട് അബൌട്ട് ദാറ്റ് ലേഡി? മീഡിയയിലെല്ലാം CI പ്രതിയാന്ന് പറയുന്നുണ്ടല്ലോ. മീഡിയ വാർത്തകളല്ലേ പറയുള്ളൂ സാർ. അത് സത്യമാണോ ഇല്ലയാന്ന് നമ്മ തന്നെ കൺഫേം பண்ணு സാർ. Any evidence? Actually, I've got some evidences, sir. But it could be manipulated. അത് மட்டுമില്ല സാർ. അയാൾക്ക് കുറെ ശത്രുക്കളുണ്ട്. Anyways, close the case at the earliest and make a good news for Kerala police. Okay, sir. Thank you. സർ, ഹോസ്പിറ്റലിൽ നിന്ന് മഹേഷാണ്. ആ ജാനകി ഉടൻ ഡിസ്ചാർജ് ചെയ്യുന്നു പറഞ്ഞു. That's good. പ്രശാന്ത്, அந்த பொண்ணையும் கரணையும் போலீஸ் கிளப்புக்கு கூட்டு வர சொல்றேன். ഹലോ മഹേഷ്. ഉറക്കമില്ലായ്മയും ടെൻഷനും കാരണം പ്രഷർ കൂടിയതായിരുന്നു. മെഡിസിൻ എടുത്തിട്ടുണ്ട്, കുഴപ്പമില്ല, കൊണ്ടുപോകാം. ഓക്കെ ഡോക്ടർ. പോവാം. നമസ്കാരം. ഇപ്പോൾ കിട്ടിയൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സാക്ഷര കേരളം ഞെട്ടലിൽ. കേരള പോലീസിന് ഇത് മാനക്കേടിന്റെ ദിനം. പൂപ്പാറ കൊലക്കേസിൽ ശാന്തൻപാറ CI കരുണൻ കൂടി പ്രതിപട്ടികയിൽ. നേരത്തെ തന്നെ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന പെൺകുട്ടി ആരോപിച്ചിരുന്നെങ്കിലും മൃതദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സ്മാർട്ട് വാച്ച് കൂടി കിട്ടിയതോടെയാണ് പോലീസ് ഇയാളെ പ്രതിപട്ടികയിൽ ചേർത്തത്. തെളിവെടുപ്പിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യാനായി രണ്ടുപേരെയും ഇപ്പോൾ ഇടുക്കി പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവരികയാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. Careful. Please understand, அந்த ஆள் ஒரு போலீஸ்காரன் தான், நியமம் தெரிஞ்சவன். And without a proper evidence, we cannot arrest him. അപ്പോ മൃതദേഹത്തിനൊപ്പം കിട്ടിയ സിയുടെ സ്മാർട്ട് വാച്ച് ഒരു ശക്തമായ തെളിവല്ലെന്നാണോ സാർ പറയുന്നത്? No, அப்படி இல்ல. See, இந்த மர்டருக்கான காரணம் இன்னும் கிளியரா தெரியாது. And that will be clarified only when we do a detailed questioning. അപ്പൊ പോലീസ് സിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണോ ഈ അറസ്റ്റ് വൈകിക്കൽ? വൈകിച്ചത് കൊണ്ട് എങ്ങനെയാണ് അയാൾ രക്ഷപ്പെടുന്നത്? സി, നിയമത്തിന് മുന്നാൽ എല്ലാവരും ഈക്വൽ ആണ്. ആൻഡ് ജസ്റ്റ് ബിക്കോസ് ഈസ് എ പോലീസ്മാൻ അയാൾക്ക് ഒരു അനുകൂലവും കിട്ടാൻ പോകുന്നില്ല. അത് മറ്റുമല്ല, അന്വേഷണത്തിന്റെ ഭാഗമായി അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് പ്രതീക്ഷിക്കാമോ സർ? കുറ്റവാളിയാണെന്ന് കണ്ടാൽ. കുറ്റാരോപിതരായ സിയെയും സ്ത്രീയെയും ചോദ്യം ചെയ്യലിനായി ഇടുക്കി പോലീസ് ക്ലബിലേക്ക് കൊണ്ടുവന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. പോലീസുകാരൻ തന്നെ പ്രതിയായതിനാൽ വളരെ ശ്രദ്ധാപൂർവമാണ് പോലീസ് നീങ്ങുന്നതെന്നാണ് SP യുടെ വിശദീകരണം. കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. സർ, ആ പയ്യന്റെ അച്ഛനും അമ്മയുടെ മൊഴി എടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടിയും മരിച്ചുപോയ പയ്യനുമായി ലിവിൻ റിലേഷനിലല്ല. അവർ തമ്മിൽ എന്തെങ്കിലും വഴക്കുള്ളതായി ഇവർക്കറിയില്ല. സർ, പിന്നെ CA സാറിന്റെ ഫോൺ ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്തിട്ടുണ്ട് സർ. ആ സ്ത്രീ പറഞ്ഞത് സത്യമാണ്. ഫോൺ ഡേറ്റ പ്രകാരം 16-ാം തീയതി രാത്രി 8:45 ഈ സ്ത്രീ CA സാറിനെ വിളിച്ചിട്ടുണ്ട്. ഏകദേശം 12 സെക്കൻഡോളം അവർ സംസാരിച്ചു. മാത്രമല്ല, ഈ 2 ഫോണുകളും ഒരേ ടവറിന്റെ പരിധിയിലുമായിരുന്നു. മരിച്ചുപോയ പാസ്റ്റർ കൃത്യം നടന്നതിന്റെ അന്നും തലേന്നും 7 തവണ CA സാറിനെ വിളിച്ചിട്ടുണ്ട് സർ. പാസ്റ്ററിന്റെ അവസാനത്തെ കോൾ പോയതും CA സാറിനാണ്. അതുമാത്രമല്ല, ജാനകി കുന്നു എന്ന് പറയുന്ന വിവേകിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതും ഇതേ സ്ഥലത്ത് വെച്ചിട്ടാണ് സർ. பிரசாந்த், ஏதாவது சான்ஸ் இருக்கா சார்? நம்ம கூட்டத்தில் ஒருத்தன் தானே, காப்பாற்றணும்னு தோணலையா உனக்கு? பரவாயில்ல பிரசாந்த், நீ கிளம்பு, நான் பார்த்துக்கிறேன். சார், സർ, യൂണിഫോം മാറാം. സന്തോഷം, ആ ഫോണും തന്നടാ. എൻ്റെ പൊന്നു സാറേ, ചതിക്കല്ലേ.
3 പീക്കിരി പിള്ളേരാ, പിന്നെ 25 ലക്ഷത്തിന്റെ ഹൗസിംഗ് ലോൺ. പണി പോണ കാര്യം ഞാൻ തരില്ല സാറേ. അമ്മക്ക് ജോലി ആയോണ്ടല്ലേ മോള് കിടന്നു. അമ്മ രാവിലെ വരട്ടോ. കൊണ്ടുവരാട്ടോ. കാത്തിരിക്കാൻ ആരുമില്ലെങ്കിൽ പിന്നെ ജീവിതം എന്തിനുള്ള അല്ലേ സാറേ? എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? என்ன பாட்டெல்லாம் ஓடிட்டு இருக்கு? അങ്ങനൊന്നുമില്ല സാർ. മാഡം പറഞ്ഞപ്പോ. என்ன പറഞ്ഞப்போ? இப்படியே பழகி பழகி கடைசியில் கதவை திறந்து வெளியே விட்டுருவீங்க, அப்படிதானே? போங்க. എന്തിനാ സാറേ വെറുതെ അവരെ പേടിപ്പിക്കുന്നത്? സാറിന് നന്നായി അറിയാലോ ഞാൻ പുറത്തു പോകാൻ വന്നതല്ലാന്ന്. അങ്ങനെ പുറത്തു പോകാനാണെങ്കിൽ ആരെങ്കിലും കൊന്നു പറഞ്ഞാൽ ആദ്യം വരും. ബട്ട് നീ വന്നത് അകത്ത് കിടക്കാനല്ലല്ലോ, അകത്ത് കിടത്താനല്ലേ? இல்லைன்னா പറ. எர்ணாகுளத்தில் இருக்கிற ஒரு ஃபேமஸ் ஹாஸ்பிட்டல் ஆர்த்தோ சர்ஜன் இந்த காட்டுக்கு நடுவில் இருக்கிற போலீஸ் ஸ்டேஷனுக்கு ஒருத்தனை கொன்னுன்னு പറഞ്ഞിട്ട് വരാനുള്ള റീസൺ എന്താണ് ജാനകി? സത്യം പറ. വിവേക് എവിടെ? ഞാൻ പറഞ്ഞില്ലേ സാറേ, ഞങ്ങൾ അവനെ കൊന്നു, കുഴിച്ചിട്ടു. രണ്ടുപേരും ചേർന്ന്? അല്ല, കൊന്നത് CA സാറാ. അപ്പോ നീ കൊന്നുന്ന് ആദ്യം പറഞ്ഞതോ? ആവശ്യം എൻ്റെ ആയിരുന്നു, ഞാനാ നിർബന്ധിച്ചത്. ഓ, പ്രേരണ കുറ്റത്തിന് ശിക്ഷ കുറവാണ് അല്ലേ? അത് നമ്മുടെ നിയമത്തിന്റെ കുഴപ്പം സാറേ. ശരിക്കും തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരാണ് ആദ്യം ശിക്ഷിക്കപ്പെടേണ്ടത്. ശിക്ഷയെ പറ്റി പിന്നെ സംസാരിക്കാം. ഇപ്പൊ നീ ഇത് പറ, നിനക്ക് വേണ്ടി CI ഒരു കൊല ചെയ്യേണ്ട കാര്യം എന്താ? അത് ഞാനല്ലല്ലോ സാറേ പറയേണ്ടത്, അയാളല്ലേ. സാർ ചോദിക്കുക, അയാൾ പറയും. அப்படின்னா அந்த பாடி எங்க? അതാ കാട്ടിൽ തന്നെ ഉണ്ട്, പക്ഷെ എവിടെയൊന്നും പറയില്ല. വിവേകിനെ കൊല്ലുന്നതിന് മുന്നേ ഞങ്ങൾ തമ്മിലൊരു ധാരണ ഉണ്ടായിരുന്നു, പക്ഷെ അത് CA സാറ് തെറ്റിച്ചു. ഇനി എല്ലാം എല്ലാവരും അറിയും. എന്ത് ധാരണ? പറയില്ല, ഞാൻ വിശ്വാസവഞ്ചന കാണിക്കില്ല. കൂട്ടുപ്രതിയെ കൂട്ടിക്കൊണ്ടുപോയി മീഡിയക്കാരുടെ മുന്നിലിട്ട് കൊടുത്തിട്ട് വിശ്വാസവഞ്ചന കാണിക്കില്ലെന്നോ? അത് കൊള്ളാം. ഇത് വിശ്വാസവഞ്ചന അല്ല സാറേ, രക്ഷപ്പെടുത്തല. അത് സാറിന് വൈകാതെ മനസ്സിലായിക്കോളൂ. அப்படின்னா ജാനകി ഇത് മനസ്സിലാക്കിക്കോ, സർവീസിലുള്ള CIനെതിരെയാണ് നിന്റെ അലിഗേഷൻ. എനിക്കറിയാം സാറേ. ചീത്തപ്പേര് വരാണ്ടിരിക്കാൻ അയാൾ എന്തും ചെയ്യും. എനിക്ക് പേടിയില്ല. The whole police force will be with him. കൂട്ടത്തിന് ബുദ്ധിയില്ല സാറേ, തനിയെ ചിന്തിക്കുന്നവനാണ് ബുദ്ധി. ജാനകി, കോടതിയിൽ സംസാരിക്കുന്നത് തെളിവുകളാണ്, സത്യങ്ങളല്ല. ചിലയിടത്ത് സത്യത്തെക്കാൾ തെളിവുകൾ സംസാരിക്കണം സാർ. അതിന് തന്നെയാണ് ഞാനും കാത്തിരിക്കുന്നത്. அதை ஆன் பண்ணிட்டு வெளியே வெயிட் பண்ணுங்க சார். പോലീസ് ഡിപ്പാർട്ട്മെന്റുക്ക് ഒരു ചീത്ത പേര് വരാതെ ഈ കേസ് ക്ലോസ് ചെയ്യണമെന്ന് എനിക്കുണ്ട്. കരുണൻ കോഓപ്പറേറ്റ് ചെയ്താൽ പെട്ടെന്ന് ഇത് ക്ലോസ് ചെയ്യാം. അപ്പുറം
நான் அங்கே போகல நிற்கலன்னெல்லாம் சொல்ல வேண்டாம். தெளிவுகள் உண்டு. நடந்தது என்னன்னு പറ. See, I can help you. ഞാനവിടെ പോയി എന്നുള്ളത് നേരാ സാറേ. പക്ഷേ അതാരും കൊല്ലാനല്ല. പിന്നെ ഒരു ദിവസം ഞാൻ ക്യാൻറ്റീനിൽ ഊണ് കഴിച്ചോണ്ടിരുന്നപ്പോൾ എനിക്കൊരു കോള് വന്നു. ഹലോ, ഒരു മിനിറ്റ്. മലയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം ഉണ്ടെന്നും അവരുടെ ഡീറ്റെയിൽസ് തരാമെന്നും പറഞ്ഞുള്ള ഒരു ഇൻഫോമറുടെ കോളായിരുന്നു അത്. രാത്രിയിൽ നിരാഹാര പന്തലിൽ പ്രശ്നമുണ്ടാകുമെന്ന സൂചന കിട്ടിയിരുന്നുകൊണ്ട് 5 പേരെ അങ്ങോട്ട് ഡ്യൂട്ടിക്ക് വിട്ടിട്ട് ഞാൻ നേരെ ജീപ്പ് എടുത്തുകൊണ്ട് ആ ഇൻഫോമറെ കാണാൻ വേണ്ടി പോയി. നേരെ പൂപ്പാറയിൽ ചെല്ലാനായി പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് കുറേ നേരം അയാളെ കാത്തുനിന്നു. പെട്ടെന്ന് കാട്ടിനകത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടു. അതെന്താണെന്നറിയാൻ ഞാൻ കാട്ടിനകത്ത് കയറി അവിടെ മുഴുവൻ നോക്കി. പക്ഷേ കുറെ തിരഞ്ഞിട്ടും ഒന്നും കാണാതെ വന്നോടെ ഞാൻ തിരിച്ചു പോന്നു. അപ്പോഴാണ് എൻ്റെ വാച്ച് മിസ്സായ കാര്യം ഞാൻ അറിയുന്നത്. പിന്നെ ഞാൻ കാട്ടിൽ കയറി കുറേയൊക്കെ തിരഞ്ഞു നോക്കി, പക്ഷെ കിട്ടിയില്ല. ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു പോയി സാറേ. താനന്ന് ജീപ്പിലെത്താണ് പോണത്? അതെ സാർ. എന്നിട്ട് തിരിച്ച് താൻ വീട്ടിൽ പോയി, കറക്റ്റ്? ആ അതെ. സോ ഈ മരിച്ചുപോയ പാസ്റ്റർ ആരാ? അയാൾ എന്തിനാണ് കരുണനെ ഇത്ര തവണ വിളിച്ചത്? വൈ ഡിഡ് ഹി കോൾ യു? അയാളാണ് സാർ എൻ്റെ ഇൻഫോമർ. ചിലപ്പോൾ ഇൻഫർമേഷൻ ചോരുന്ന് അറിഞ്ഞ് അവർ തന്നെ അയാളെ കൊന്നായിരിക്കും. நீங்க போனது நின்னது வந்தது எல்லாம் சொல்றது கரெக்டா இருக்கு. ஏன்னா மொபைல் டவர் லொகேஷனும் அதான் காட்டுது. പക്ഷേ ഒരു പ്രശ്നമുണ്ട് കരുണ. நீங்க அன்னைக்கு அங்க போனது ஜீப்பில் இல்லை, வேற ஏதோ வண்டியில். ஏன்னா ஸ்டேஷன்ல அன்னைக்கு இருந்தது ஒரு ஜீப்பு தான், இன்னொன்று ஒர்க் ஷாப்லையும். சந்தோஷ், കഥ കുറച്ച് പാളി കരുണ. கருணா, இதை நீ தான் செஞ்சேன்னு எனக்கு தெரியும். ரட்சிக்கணுங்கில் நீ காரியம் പറ. കഥ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം. പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപത്തെ ഒരു ഇലക്ഷൻ. പീപ്പിൾസ് പാർട്ടിയുടെ MLA കാൻഡിഡേറ്റായി പാർട്ടി നിശ്ചയിച്ചിരുന്നത്
വർക്കല ഗണേശനെയായിരുന്നു. പക്ഷെ ആ സീറ്റിൽ കണ്ണുണ്ടായിരുന്ന പള്ളിയിൽ ദിനേശൻ ഗണേശനെതിരെ ഒരു ലൈംഗികാരോപണം കെട്ടിച്ചമച്ച് ആ സീറ്റിനായി ചരട് വലിച്ചു. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ സ്ഥാനം ബഹളം വെക്കല്ലേ. ഒരു തീരുമാനം ഉണ്ടാക്കാനാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. പറയുന്ന മനസ്സിലാക്ക്. സഹകരിക്കൂ. ഇതൊരു യോഗമല്ലേ, സംയമനം പാലിക്കണം. നമ്മുടെ തീരുമാനം പറയണം സാർ. നിർത്ത്. നമുക്ക് ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനൊപ്പം നിൽക്കാം. അണികളും ജനങ്ങളും കൂടെയുള്ള സ്ഥിതിക്ക് ഇത്തവണ ഗണേശൻ തന്നെ നിൽക്കട്ടെ എന്നാണ് പാർട്ടിയുടെ തീരുമാനം. ലൈംഗികാരോപണം ഉണ്ടാക്കിയിട്ടും ഗണേശൻ കാൻഡിഡേറ്റ് ആയത് ദിനേശൻ സാറിനെ വല്ലാതെ തളർത്തി. നമ്മളൊരു പെണ്ണ് കേസ് ഉണ്ടാക്കിയിട്ടും താഴ്ന്നില്ലല്ലോ അവന്റെ പത്തി. ഇനിയിപ്പൊ ജയിക്കും കൂടെ ചെയ്താ കഴിഞ്ഞ്. നമ്മള് എല്ലാം തരാമെന്ന് പറഞ്ഞിട്ട് തനിക്ക് വേണ്ടി പലരുടെ ലക്ഷങ്ങൾ വാങ്ങിയ ലക്ഷങ്ങള് ഇവിടെ തന്ന്. ഇനി അവരൊക്കെ ചോദിക്കുമ്പോ ഞാൻ എന്ത് ഉത്തരം പറയാ? പിന്നെ ഒരു കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം, ഗണേശൻ എങ്ങാനും സ്ഥാനാർത്ഥിയായ ഞാൻ കാല് മാറും. ആ നേരത്തെ എസ്കൊരു പറയരുത്. പാർട്ടിയല്ലേ തീരുമാനിച്ചുള്ള എസ് കെ സാറേ. ഇലക്ഷൻ ഇനി സമയമുണ്ടല്ലോ, ഞാൻ നോക്കിക്കോളാം. ദിനേശൻ സാറിന്റെ പണിക്കാരനും ഡ്രൈവറുമായ പ്രകാശനെ വെച്ച് ഞങ്ങളൊരു പദ്ധതി പ്ലാൻ ചെയ്തു. നീ എവിടെ ഉണ്ട്? ഞാൻ സ്പോട്ടിലുണ്ട്. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ സാറേ. ഇയാളാണ് സാർ. താങ്ക് യു ഡോക്ടർ. താനാളെ ശരിക്കും കണ്ടിരുന്നോ? കണ്ടിരുന്നു സാർ. ഒരു തിരുവനന്തപുരം രജിസ്ട്രേഷൻ ലോറിയായിരുന്നു. നമ്പർ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ അയാൾ ഇടിച്ചിട്ടങ്ങ് നിർത്താതെ പോവായിരുന്നു. ഞാനത് കണ്ടിട്ട് അയാളെ കൂവി വിളിച്ചു. അപ്പോൾ അയാൾ തിരിഞ്ഞു നോക്കുന്നത് ഞാൻ കണ്ടായിരുന്നു സാർ. അപ്പൊ ഇനിയും ആളെ കണ്ട തിരിച്ചറിയാൻ പറ്റുമല്ലേ? പറ്റും സാർ, ഞാൻ വ്യക്തമായിട്ട് കണ്ടത്. നിന്റെ പേരെന്താ? ആ സാറേ, ഇത്തിരി പ്രശ്നമാണല്ലോ. ആ ഗണേശനെ കരിങ്കുടി കാണിച്ച പയ്യനില്ലേ, അവനെല്ലാം കണ്ടു എന്നാ പറയുന്നത്. ഇനിയിപ്പോ എന്താ സാറേ ചെയ്യാ? എന്നാ പിന്നെ രണ്ടും കൂടെ അങ്ങ് ഒന്നാക്കിയേക്ക്. വണ്ടി ഇടിപ്പിച്ച ആളെ കൊന്നിട്ട് നിന്ന് കഥ പറയുന്നതാ. അങ്ങനെ അപ്പൻ അസുഖമായതുകൊണ്ട് ജീപ്പുമായിട്ട് ലോഡ് എടുക്കാൻ പോയ ആ പാവം പയ്യന്റെ തലയില് കൊലപാതകം കെട്ടിവെച്ച് തൽക്കാലം ഞങ്ങൾ തടിയൂരി. പക്ഷേ പ്രശ്നം അവിടെ കൊണ്ട് തീർന്നില്ല. എന്താ നമ്മുടെ കുഞ്ഞു പോയട മോനെ. 11 വർഷം കാത്തിരുന്നുണ്ടായ തന്റെ കുഞ്ഞു മരിച്ചതോടെ അയാളുടെ ഉറക്കം നഷ്ടപ്പെട്ടു. താൻ ചെയ്ത പാപത്തിന്റെ ഫലമായാണ് കുഞ്ഞു മരിച്ചതെന്ന ചിന്ത അയാളെ വേട്ടയാടാൻ തുടങ്ങി.
ദൂഷണ സകല പദ്ധതികളും ദൈവത്തിന്റെ നാമത്തിൽ പൊളിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ദൈവത്തിന് പ്രിയപ്പെട്ടവൻ, നിന്റെ പശ്ചാത്താപം ദൈവത്തിന് ഓർക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പശ്ചാത്തലത്തിലൂടെ നിന്റെ പാപം ഏറ്റുപറഞ്ഞിട്ടുണ്ട്. നിന്റെ സ്വർഗ്ഗസ്ഥനായ ദൈവം, പരമകാരുണികനായ ദൈവം അവർക്ക് മാപ്പ് തരും. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കൂ. ഹല്ലേലൂയ. പറഞ്ഞാട്ടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞാട്ടെ ഹല്ലേലൂയ, സ്തോത്രം. എല്ലാവരും ചേർന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. നീണ്ട നാളത്തെ പ്രാർത്ഥന അയാളെ ഒരു പാസ്റ്ററാക്കി മാറ്റി. എല്ലാം അവസാനിച്ചു എന്ന് കരുതിയിരുന്നപ്പോൾ ഒരു സംഭവം ഉണ്ടായി. താൻ മൂലം നശിച്ച കുടുംബത്തിന്റെ അവസ്ഥ കണ്ട് വീണ്ടും അയാളുടെ ഉറക്കം നഷ്ടപ്പെട്ടു. ഒടുവിൽ പിടിച്ചു നിൽക്കാനാവാതെ വന്നപ്പോ അയാൾ എന്നെ വിളിച്ചു. ഹലോ, ഞാൻ പ്രകാശനാ സാറേ. എല്ലാ കുറ്റവും ഏറ്റുപറയാൻ പോകുന്നു എന്ന് പറയാനാണ് അയാൾ എന്നെ വിളിച്ചത്. പിന്തിരിപ്പിക്കാൻ ഞാൻ ഒരുപാട് നോക്കി, പക്ഷെ അയാൾ വഴങ്ങിയില്ല. അവസാനം ഞാൻ അയാളോട് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. യാർഡിൽ നിന്ന് ഒരു വണ്ടിയെടുത്ത് ചിലതെല്ലാം മനസ്സിൽ ഉറപ്പിച്ച് ഞാൻ അവനെ പൂപ്പാറയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കേറ് സാറേ. നമ്മളിത് എങ്ങോട്ടാ സാറേ? തൊട്ടപ്പുറത്തേക്കാടോ, ഇത് ഷോർട്ട് കട്ടാ. എന്താ സാറേ ഇവിടെ നിർത്തിയേ? താൻ ഇറങ്ങ്. ഇവിടെ എന്താ പ്രകാശ ഇത്? താൻ എന്തൊക്കെയാ പറയുന്നത്? എടോ, തനിക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും സാറേ. ഞാൻ എത്ര ദിവസമായി ഉറങ്ങിയിട്ടും സാറിനറിയോ? കണ്ണടച്ചു കഴിഞ്ഞാൽ ഞാൻ മൂലം നരയിക്കുന്ന ആ കുടുംബം എന്റെ കണ്ണില്. സാറിനറിയോ? പ്രകാശ, എടോ, താനൊരു ദൈവവിശ്വാസിയല്ലേ? ദൈവം അറിയാതെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അപ്പൊ ഇതും ദൈവത്തിന്റെ വിധിയാണെന്ന് വിശ്വസിച്ചാ പോരെ? പ്രകാശ, താനൊന്ന് ആലോചിച്ച് നോക്കിയേ. എടോ, 10-15 വർഷം മുമ്പ് അന്ന് അങ്ങനെയൊക്കെ അങ്ങ് സംഭവിച്ചു പോയി. അന്നുണ്ടായിരുന്നൊരവസ്ഥ അല്ല ഇപ്പോ. അന്നൊരു MLA പോലും അല്ലാതിരുന്ന ദിനേശൻ സാറ് ഇപ്പൊ കേരളം ഭരിക്കുന്ന ഒരു മന്ത്രിയാ. വെറും SI ആയിരുന്നു, ഞാനിന്ന് CI യാ. താനിപ്പോ ഇത് ആരോടെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ മന്ത്രിസഭ വരെ താഴെ പോവും. എടോ, എത്ര കുടുംബങ്ങളെ ബാധിക്കാൻ പോകുന്നു താന്ന് ചിന്തിച്ചു നോക്ക്. പ്രകാശ, നോക്ക്, കേസ് അവസാനിച്ചു, ശിക്ഷയും തീർന്നു. ഇതിപ്പോ എല്ലാം കഴിഞ്ഞ കാര്യങ്ങളാ, എല്ലാരും മറന്ന കാര്യങ്ങളാ. നമുക്കെല്ലാം ഇതൊന്നും വേറെ ആർക്കും അറിഞ്ഞുകൂടാ. ഇനി ആരും ഇതൊന്നും അറിയാനും പാടില്ല. പ്രകാശ, ഇതെല്ലാവരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമുക്കിത് മൂടി വെക്കാം. ആരെയൊക്കെ മൂടി വെച്ചാലും ദൈവത്തെ മറയ്ക്കാനാവോ സാറേ? കർത്താവിന്റെ മുമ്പിൽ ഞാൻ തെറ്റുകാരനല്ല സാറേ, അല്ലേ? നിങ്ങളൊന്ന് പറഞ്ഞോണ്ടാ ഞാൻ കലേഷൻ സാറിനെ കൊന്ന്. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ? അല്ല, ഉണ്ടായോ? 11 വർഷം കാത്തിരുന്ന എന്റെ കുഞ്ഞെന്റെ പെണ്ണിന്റെ വയറ്റിൽ കിടന്ന് മരിച്ചു സാറേ. എന്റെ സമാനം എല്ലാം പോയി സാറേ.
ഞാൻ പാപിയാ സാറേ, മഹാപാപി. ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് ശിക്ഷ കിട്ടണം സാറേ. നിങ്ങൾക്ക് ആർക്കും ഒരു ദോഷം പറയാൻ നോക്കിക്കോളാം. ശിക്ഷകൾ ഏറ്റുവാങ്ങി പാപമോചിതനായിട്ട് സമാധാനമായിട്ട് ഇനി ദൈവത്തോട് പ്രാർത്ഥിക്കണം സാറേ. ശരിയാ പ്രകാശ, താൻ പറഞ്ഞ എല്ലാം ശരിയാ. അല്ലെങ്കിലും താൻ നന്മയുള്ള ഒരാളാണ്. താൻ പറഞ്ഞപ്പോഴാണ് നമ്മളൊക്കെ ചെയ്ത തെറ്റിൻ്റെ ആഴം എനിക്ക് മനസ്സിലായത്. പക്ഷെ എന്ത് ചെയ്യാനാടോ, ഈ ലോകം മുഴുവൻ ചേത്താന്മാരാ. ഈ ചേത്താന്മാരുടെ ഇടയിലെ നന്മയുള്ള നീ വേണ്ട. നീ നേരിട്ട് ദൈവത്തിനടുത്ത് എന്ന് കുമ്പസാരിക്കണം. ഹലോ 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 லூசாயா நீ கொண்டு புதைச்சாட உனக்கே தெரியாதா? அப்புறம் என்ன மைத்து അപ്പുറം ഇതൊക്കെ മീഡിയാവ് കൂടെ കൂട്ടിട്ട് പോണേ? അതിന് ഞാൻ ബോഡി കുഴിച്ചിട്ടത് അവിടെ അല്ല സാറേ, അവിടുന്ന് 2 കിലോമീറ്റർ മാറി പേത്തൊട്ടിയില്ല. அந்த பொண்ணு செமையா സ്കെച്ച് പോട്ട് ഉണ്ണ മാറ്റി വിട്ടിருக்கா. ഇനി നിനക്ക് ഞാൻ അവിടെയല്ല കുളിച്ചിട്ടതെന്ന് പറയാൻ പറ്റുമോ? சரியான கில்லாடியாவோ. ஆனா எனக்கு ஒண்ணு புரியல, நீ கொண்டு புதைச்ச இடம் அந்த பொண்ணுக்கு எப்படி தெரியும்?
അറിയില്ല സാർ. എന്താണോ അവിടെ പ്രശ്നം? കരുണൻ എന്താ പറ്റിയത്? சார் ஒரு பொண்ணு சிஏ பிளான் பண்ணி மாட்ட வச்சிருக்காங்க சார். എന്തിന്? அந்த பொண்ணோட லவரை சிஐ கொண்டுட்டாரு, அதனால தான். ஆனா பிரச்சனை என்னன்னா அந்த பையனோட பாடியை புதைச்ச இடத்துல ஒரு பாஸ்டரோட பாடியும் கிடைச்சிருக்கு. அதுதான் பெரிய தலைவலியா இருக்கு சார். இப்போ அந்த பாஸ்டரோட பாடி எப்படி அங்க வந்துச்சுன்னு தான் விசாரிச்சிட்டு இருக்கேன் சார். இப்போ അതിനെ ആദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട. ஏன் சார், എന്തെങ്കിലും പ്രശ്നം? താൻ എങ്ങനെയാണെങ്കിലും കരുണം പുറത്തിറങ്ങണം കേട്ടോ. ഓക്കെ സാർ. கடைசியில சிஐ எல்லாம் ஒத்துக்கிட்டாருமா? எல்லாம் சிஐ காட்டுக்குள்ள மாவோயிஸ்டோட இன்ஃபார்மர் பார்க்க தான் போயிருக்காரு. ஆனா அந்த ஆள் வரல. ரொம்ப நேரம் வெயிட் பண்ணி பார்த்துட்டு திரும்ப வர்ற வழியில தான் அந்த வாட்ச் மிஸ் ஆயிருக்கு. அது சத்தியம் இல்லைல்ல சாரே? அது மட்டும் இல்ல, அந்த இறந்து போன பாஸ்டர் தான் கர்ணனோட இன்ஃபார்மர். அப்புறம் அந்த வைல்ட் லைஃப் போட்டோகிராஃபர் இருக்கான்ல, அவன் சும்மா சாதாரண போட்டோகிராஃபர் இல்ல, மாவோயிஸ்டோட இன்ஃபார்மர். an anti-social man. anti-social man. கதாலாம் ஒர்க் அவுட் ஆகும் அப்படின்னா லவ்வர்னு சொல்லலாமா? എല്ലായിടത്തും കയറി ചെകഞ്ഞല്ലേ സാറേ? பார்க்காம പോലീസ്മാ. എന്നാ കേട്ടോ സാറേ, ആ കാട്ടില് മരിച്ചിടുന്ന എന്റെ പ്രാണനാ. അതെന്തിനാന്ന് സിഐ പറയണം, പറയിപ്പിക്കും ഞാൻ. ஏய் கூல் கூல். ஜானகி, உனக்கு என்ன வேணும்னு எனக்கு தெரியும். ஆனா விஷயம்லாம் இப்ப மேல போயிருச்சு. அந்த சிஐ கர்ணன் ஆரானா நீ விசாரிச்சது? விஷயம் இப்ப மினிஸ்டர் லெவல்ல இருக்கு. இனி கதையெல்லாம் புதுசு புதுசா வரும். இங்க பாரு, உன்னை 2 நாள் கஸ்டடியில வைக்க சொல்லியிருக்கேன். അതുക്കുള്ള നീ ഉണ്ടാക്കുന്ന കഥയിൽ இருக்கிற വിവേക് ബോഡിയായി തന്നെ ഞങ്ങൾ കാട്ടിന്ന് കണ്ടെടുക്കും. அதுக்கப்புறம் ஃபாரன்சிக் ரிப்போர்ட், போஸ்ட்மார்ட்டம் ரிப்போர்ட் எல்லாம் வரும். என்ன பண்றது? അതും നിനക്ക് എതിരായാൽ? അപ്പൊ അതും എനിക്ക് എതിരാവും അല്ലേ സാറേ? എന്നാരും വന്നിട്ടൊന്നുമില്ല. ആരാ ഇല്ലാ കഥയൊക്കെ പറയുന്നു? അപ്പൊ നിങ്ങൾ എത്ര ദിവസം എവിടെയായിരുന്നു? ഞാനൊരു ടൂർ പോയിരുന്നു. മൊബൈലിൽ കിട്ടുന്നില്ലെന്ന് കരുതി ഞാൻ മരിച്ചെന്നൊക്കെ പറഞ്ഞു. എന്തൊരു അസംബന്ധം ഇതൊക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട് സാറേ? ചില ആൾക്കാര് തലേ കൈവച്ചിട്ടെന്നാണോ പറയും. நான் அந்த பொண்ணுகிட்ட பேசினேன். அந்த போட்டோகிராஃபர் அவளோட லவ்வர். நீ தான் அவனை கொண்டிருக்கன்னு அவளுக்கு நல்லா தெரியும். அதை வெளியே கொண்டு வரதுக்கு தான் இவ்வளோ ட்ராமா பண்ணிட்டு இருக்கா. உன்னை காப்பாத்துறதுக்கு ஒரு போலீஸ்காரனை என்னால் முடிஞ்சதெல்லாம் நான் பண்ணிட்டு இருக்கேன். அப்புறம் அந்த மினிஸ்டர் கதையெல்லாம் அவளுக்கு தெரியாதுன்னு நினைக்கிறேன். அவளுக்கு தெரியக்கூடாதுன்னு கடவுள்கிட்ட வேண்டிக்கோ. கர்ணன் சார், நம்ம சிபிஓ சிவன் வந்து நம்மளுக்கு வேண்டப்பட்ட ஆள். உங்களுக்கு என்ன தேவையோ அவர்கிட்ட மட்டும் கேளுங்க சார். புரிஞ்சுதா சார்? ഞാൻ പോരാ. ശരി.
ഉറക്കമാണെങ്കിൽ സാർ കിടന്ന് ഉറങ്ങിക്കും. രണ്ടുപേരും ഉറക്കം വയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാ ശരി സാർ, സാറിന് ഉറക്കം വേണമെങ്കിൽ വിളിച്ചാൽ മതി. ശരി. സാറേ ബാത്റൂമെല്ലാം പോകണമെങ്കിൽ പോകട്ടെ സാറേ. ഹലോ. ആ ബേബി, ഞാനാ കരുണൻ. എടോ, താനെന്തിനിപ്പോ ഇങ്ങോട്ട് വിളിച്ച്? മീഡിയ മൊത്തം തന്റെ പുറകെ. ഇനി ഇതും കൂടെ അറിഞ്ഞിട്ട് വേണം കൊലപ്പുള്ളിയായ CIക്ക് ആഭ്യന്തരമന്ത്രിയായിട്ട് ബന്ധം എന്ന് നാളത്തെ പത്രത്തിൽ വരാൻ. താൻ ഫോൺ വെച്ചേ. ആ ഒരു മിനിറ്റ്. ഞാൻ ഇപ്പോൾ വിളിക്കുന്നത് നിങ്ങൾക്ക് പ്രശ്നമായിരിക്കും. പക്ഷെ പണ്ട് ഞാനും കൂടെ ചേർന്ന് പലരെയും കൊന്നും കത്തിച്ചുണ്ടാക്കിയെടുത്തതാ ആ കസര. അത് മറക്കരുത് ബേബി. എടോ, തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല. തനിക്കറിഞ്ഞുകൂടെ, സാർ അമേരിക്കയിലാണ്. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ സാർ തനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ മീഡിയയും തെളിവുകളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ സാറിനും ചെയ്യുന്നതിനൊരു പരിധിയില്ലേ? ആ, താൻ ടെൻഷൻ അടിക്കണ്ട. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. പിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. പരിധിയുണ്ടെന്നും പെട്ടാ ഞാൻ ഒറ്റയ്ക്ക് പോവില്ലടാ, എല്ലാത്തിനെയും കൊണ്ടുപോകും. സാർ എന്താണ് ഉണ്ടായത് സാർ? സാർ എപ്പോഴായിരുന്നു സംഭവം? സാർ ഇന്നലെ നൈറ്റ് ആയിരുന്നു ഇത് സംഭവിച്ചത്. ഈ കോൺസ്റ്റബിൾ മാത്രമാണ് കൂടെ ഉണ്ടായത്. സാറേ 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 അപ്പൊ സാറേ സാറേ കുറ്റസമ്മതത്തിന് ശേഷമാണ് കരുണൻ സൂസൈഡ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം മെന്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. തന്റെ തെറ്റ് പിടിക്കപ്പെടുമെന്നും സമൂഹത്തിന് മുന്നാൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മുന്നാൽ തലകുടിക്കണം എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇത് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയായിരുന്നു സാർ CI പാസ്റ്ററെ കൊലപ്പെടുത്തിയത്? മുൻ വൈരാഗ്യം, அதுதான் பாஸ்டரோட கொலைக்கு காரணம். கொலையை கண்ணால பார்த்ததுனால തെളിവ് നശിപ്പിക്കാൻ വേണ്ടി അശ്വിനിയും കൊന്നു. സാർ, ഈ കേസിൽ ജാനകിയുടെ റോൾ എന്തായിരുന്നു? ഈ കൊലയ്ക്ക് പിന്നിലെന്ന് മാഡത്തിന് എങ്ങനെയാണ് മനസ്സിലായത്? സ്വയം കുറ്റമേറ്റ് പറഞ്ഞ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങി തന്റെ പ്രിയതമന്റെ മരണം തെളിയിച്ച ഒരു സ്ത്രീയാണ് ജാനകി. അവളുടെ ഈ മൗനം ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ബാക്കിയാക്കുന്നു. അപ്രാപ്യമായ നീതിക്കു വേണ്ടി സ്വയം മാർഗങ്ങൾ കണ്ടെത്തി ഒരു പെണ്ണ് നടത്തിയ അപൂർവവും അതിസാഹസികവുമായ ഒരു പോരാട്ടത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ. കേരളം ഉറ്റുനോക്കുന്ന ആ പൊള്ളുന്ന ഉത്തരങ്ങളിലേക്ക് ഇനി ഉത്തരം. സ്വാഗതം ഡോക്ടർ ജാനകി. ഒറ്റ ചോദ്യം, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയമുണ്ടായിരുന്നില്ലേ? ഇല്ലാന്ന് പറഞ്ഞാൽ അത് കളവാവും. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ മേലെയായിരുന്നു എനിക്കെന്റെ അശ്വൻ. എല്ലാം അറിഞ്ഞിട്ടും അവനെ കൊന്നവനെ വെറുതെ വിടാൻ എനിക്ക് ആവില്ലായിരുന്നു. പക്ഷേ
ഈ വിഷയത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യം, സാക്ഷികളില്ലാത്ത, തെളിവുകളില്ലാത്ത, രാത്രിയുടെ മറവിൽ കാട്ടിൽ വെച്ച് നടന്ന ഒരു കൊലപാതകം. അത് CI ആണ് കൊലപാതകിയെന്ന് ഇത്ര കൃത്യമായിട്ട് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാനും അശ്വനും പ്രണയത്തിലായിരുന്നു. അവൻ കൊല്ലപ്പെട്ടതിന്റെ പിറ്റേ ദിവസം ശനിയാഴ്ച ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അശ്വിൻ പറഞ്ഞത് പ്രകാരം ഹോസ്പിറ്റലിൽ നിന്ന് 2 ദിവസം ലീവ് എടുത്ത് ഞാനൊരു 9 മണിയോടുകൂടി ഇറങ്ങി. പിറ്റേന്ന് രാവിലെ തന്നെ യാത്ര തിരിക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ രാത്രി 9 മണിയായിട്ടും അവൻ എന്നെ വിളിക്കാതായപ്പോൾ ഞാൻ അവനെ വിളിച്ചു നോക്കി. പക്ഷെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. രാത്രി ഒരുപാട് വൈകിട്ടും അശ്വിനെ വിളിച്ച് കിട്ടാതായപ്പോൾ ഞാൻ ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായ വിവേകിനെ വിളിച്ചു. ഹലോ ഹലോ, എടാ വിവേക്, നീ എവിടെയാ? ഞാൻ ഫാമിലാ. എന്താടി നേരത്തെ? എടാ അശ്വിൻ തന്നെ വിളിച്ചായിരുന്നോ? എനിക്ക് അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫാ. വൈകിട്ട് ഞാൻ ടൗണിലേക്ക് പോയപ്പോ അവന്റെ വണ്ടി കയറി ആ പൂപ്പാറിൽ ഇറങ്ങിയായിരുന്നു. അവനെന്ത് വെള്ളിമൂടെ പടവെടുക്കാൻ പോവാന്നാ പറഞ്ഞേ. ഞാൻ തിരിച്ചു വരുമ്പോഴും വിളിച്ചിരുന്നു, കിട്ടിയില്ല, സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൻ വീട്ടിലെങ്ങാനും കാണുന്നേ. നീ വീട്ടിലേക്ക് വിളിച്ചിരുന്നോ? ഇല്ല, ആ നമ്പർ സ്വിച്ച് ഓഫാ. ആണോ? നീ വെറുതെ ടെൻഷൻ ആവല്ലേ, ഞാൻ രാവിലെ പോയി നോക്കട്ടെ. സമാധാനമില്ലാതെ പിറ്റേന്ന് രാവിലെ തന്നെ ഞാൻ വിവേകിന്റെ ഫാം ഹൗസിലെത്തി. വഴി ഭയങ്കര മോശമാണ്, നോക്ക് എന്റെ വണ്ടി പോ. അവൻ വീട്ടിലെത്തിയിട്ടില്ല. ഇന്നലെ കൂട്ടുകാരത്തേക്കും പോയി കാണോ? എന്നാലും അവൻ എന്നെ വിളിക്കാണ്ടിരിക്കോ? നീ അവനെ പൂപ്പാറകളിലോ കാട്ടിക്കൊണ്ട് വിട്ടു എന്നല്ലേ പറഞ്ഞേ? അതെ. ഇത് കണ്ടോ, അവന്റെ ലാസ്റ്റ് ലൊക്കേഷൻ ഇപ്പോഴും അവിടെ തന്നെയാ. അശ്വിൻ, അശ്വിൻ, അശ്വിൻ. ഒരു പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങൾ കണ്ട് ഞങ്ങൾ ആ പരിസരം പരിശോധിച്ചു. അപ്പോ അശ്വിന്റെ ഒരു ഒടിഞ്ഞ സ്പെക്സും CI കർണന്റെ നെയിം ബോർഡും അടുത്ത് തന്നെ എന്തോ മറവ് ചെയ്ത പോലെ ഒരു കുഴിയും കണ്ടു. അപ്പോഴാ വിവേക് പറഞ്ഞത് തലേന്ന് ടൗണിൽ നിന്ന് വരുന്ന വഴി CI അങ്ങോട്ട് തിരക്കിട്ട് പോകുന്ന കണ്ടുവന്നു. കേസ് അന്വേഷിക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്നെ പ്രതിയായ സാഹചര്യത്തിൽ ഈ കേസ് എങ്ങനെയെങ്കിലും തേച്ചുമാച്ച് കളയാൻ സാധ്യതയുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇത് പുറത്തു കൊണ്ടുവരണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കൊല നടന്ന ദിവസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് എനിക്ക് തെളിയിക്കാമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ സ്വയം ഒരു കഥയുണ്ടാക്കി സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. ജാനകി ഒരു മാതൃകയാണ്. അബലയെന്ന് സമൂഹം മുദ്ര ചാർത്തിയ സ്ത്രീയുടെ ആത്മബലത്തിന്റെ മാതൃക. അനുകരണീയമല്ലെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ നേര് പുലരാൻ ജാനകിമാർ ഇനിയും ഉണ്ടാകണം. ഉറക്കം കെടുത്തുന്ന മറ്റൊരു ചോദ്യത്തിന് ഉത്തരവുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ. സാർ, പാസ്റ്റർ വധക്കേസിൽ പ്രതി മരിച്ച സ്ഥിതിക്ക് യെസ് അത് അബേറ്റ് ചാർജായി കോടതിക്ക് റിപ്പോർട്ട് ചെയ്യണം സാർ. പിന്നെ ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോട് ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് അയാളെ കൂടെ വിറ്റ്നസ് ആക്കിയിട്ട് വേണം ചാർജ് കൊടുക്കാൻ. സാർ. ഓക്കെ സാർ. സാറ് വിളിക്കുന്നുണ്ട്. ജാനകി, കം. ഇന്നലെ താൻ ചാനലിലിരുന്ന് വിളിച്ച് പറഞ്ഞതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റായി എടുക്കാനാണ് ഞാൻ പറയാൻ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞ് അതും நான் ഒരു കഥ தான் சொன்னேன்னு நீங்க சொல்லக்கூடாதுல்ல. ഇനി എന്ത് കഥ പറഞ്ഞാലും എനിക്കൊന്നും നഷ്ടം തിരിച്ചു കിട്ടില്ലല്ലോ സാറേ. ജാനകി, കൺഗ്രാറ്റ്സ്. എന്തിന്? അല്ല, പലരും തോറ്റുപോന്ന് വിചാരിച്ചെടുത്ത് പൊരുതി ജയിച്ചതിന്. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എനിവേ,
താങ്ക് യു എല്ലാത്തിനും. ഇതെന്താ ജാനകി, ശീലിലെത്തെന്തോ ജോലി ചെയ്ത പോലെ? അത് കഴിഞ്ഞ ദിവസം വീട്ടിലൊരു തെങ്ങ് നട്ടതാ. നടുന്നതൊക്കെ നല്ലതാ ജാനകി, പക്ഷെ മണ്ണ് മോശമായ എത്ര നനച്ചാലും ചിലത് മുളക്കില്ല. ഇതിനകത്ത് CSRന്റെ ഫോൺ ലൊക്കേഷനുകളാണ്. കൊല നടത്തിയതിന്റെ പിറ്റേ ദിവസവും CA കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും തെളിവ് നശിപ്പിക്കാനാണ്. പിന്നെങ്ങനെയാ ജാനകി എല്ലാരും കാണുന്ന വിധത്തിൽ അവിടെ ഒരു ഫേക്ക് ഗ്ലാസ് അവശേഷിച്ചത്? അശ്വിൻ ഒരിക്കലും ഗ്ലാസ് ഉപയോഗിച്ചിരുന്നില്ല ജാനകി. കൊന്നു കുഴിച്ചിട്ടടുത്തേക്ക് ബോധമുള്ള ആരെങ്കിലും ആളുകളെ കൂട്ടിക്കൊണ്ട് പോവോ ജാനകി? അത്ര ആത്മധൈര്യമുള്ള CA ആത്മഹത്യ ചെയ്യോ? സത്യം പറ, ശരിക്കും ഇവിടെ എന്താ സംഭവിച്ചത്? സാറിന് വേണ്ടതൊരു ഉത്തരവാണെങ്കിൽ ഇതിനുത്തരം പറയാവുന്ന ഒരാൾ, ഒരേ ഒരാൾ, അത് CA ആയിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാ, അയാളിപ്പോ ജീവനോടെ ഇല്ലല്ലോ. പോട്ടെ സാറേ. ഇനി ഇങ്ങേരത് ചുരണ്ടിക്കൊണ്ട് പുറകെ വരുമോ ജാനു? അവനെന്തോ പറ്റിയിട്ടുണ്ട്. അശ്വിൻ! അശ്വിൻ! ജാനു, ജാനകി, ജാനു നീ എന്താ ഈ കാണിക്കുന്നേ? നമ്മുടെ അച്ഛനെ കൊന്നവര് വെറുതെ വിടണമെന്നാണ് നീ പറയണേ? അങ്ങനല്ല, അവനെ കൊന്നവർ തന്നെ വിളിച്ചു വരുത്തിയ അവർ നമ്മളെ കൂടെ പ്രതിയാക്കും. ഒന്ന് മനസ്സിലാക്കുക ജാനു, നമുക്ക് എത്രയും വേഗം പോണം. 5 ദിവസം നീണ്ടു നിൽക്കുന്ന അമേരിക്കൻ സന്ദർശനത്തിനായി ആഭ്യന്തരമന്ത്രി പള്ളിയിൽ ദിനേശൻ തിങ്കളാഴ്ച യാത്ര നീ എന്റെ കൂടെ ഉണ്ടാവില്ലേ? ഇത്തിരി വെള്ളം എടുത്തടി. വെള്ളം എന്തേ? അമ്മ വിളിച്ചോണ്ടിരുന്ന புரியுது. உனக்கு வெளியே ஆளுங்க இருக்காங்க. உனக்கு என்ன ஆனாலும் இந்த வீடியோ வெளியே வரும், அவ்வளவுதானே? ஐடியா நல்லாதான் இருக்கு, ஆனா எனக்கு இது ஒரு மேட்டரே இல்லை. ஒரு பொண்ணு ஒரு ஆளை கொண்டுட்டான்னு சொல்லி ஸ்டேஷனுக்கு வராங்க. பின்னாடியே கரெக்டா மீடியா வருது. மீடியாவை கூட்டிட்டு கொன்னு புதைச்ச இடத்துக்கு போய் சிஐயும் நானும் சேர்ந்து தான் கொன்னோன்னு சொல்றாங்க. ஏமா, நான் போலீஸ்காரன் தானே, யோசிப்பேன்ல. அதுக்குதான் நல்லா யோசிச்சுதான் நான் அன்னைக்கே டைப் பண்ணி காமிச்சேன். அதான் சார். ஆனா உன்னோட கான்ஃபிடன்ஸ் பார்த்தப்போ எனக்கு ஏதோ நீ ஒரு சாலிடான விஷயத்தை வச்சுதான் இதெல்லாம் பண்றேன்னு தோணுச்சு.
அதை தெரிஞ்சுக்கிறதுக்காக தான் வெயிட் பண்ணேன். தெரிஞ்சிருச்சு. இப்போ ஏதாவது ஒரு புது கதையை ரெடி பண்ணி உன்னை உள்ள தள்ளிட்டா மினிஸ்ட்ரியும் காப்பாற்றலாம், சிஏயும் காப்பாற்றலாம். அது மட்டும் இல்லை, எனக்கு ஒரு ப்ரொமோஷனும் வெயிட்டிங்ல இருக்கு. எப்படி? சூப்பர்ல? அது തെറ്റല്ലേ സാറേ? ஏய் இரு இரு. ஆனா நான் அப்படி பண்ண மாட்டேன். ஏன் தெரியுமா? எனக்கு உன்னை பிடிச்சிருக்கு. பொண்ணுன்னா உன்ன மாதிரி இருக்கணும். சும்மா நடந்தது ஏன் நினைச்சு அழுது புலம்பாம தனியா வந்து மிரட்டிட்டியே, செம. அதனால ஜானகி, നിനക്ക് എന്താ വേണ്ടത് പറ. சார் முடியாது சார். அந்த பொண்ணு ரொம்ப தெளிவா இருக்காங்க. சிஐ போனதுக்கும் செஞ்சதுக்கும் மொபைல் டீடைல்ஸ் கிளியரா இருக்கு. அது மட்டும் இல்ல சார், இந்த எவிடன்சஸ் கிடைச்சது எல்லாமே மீடியா முன்னாடி. എന്നാ പിന്നെ ആ പെണ്ണിന്റെ മേലെ ചാർത്തിക്കൂടെ? இல்ல சார், முடியாது சார். கொலை நடந்த டைம்ல அவங்க ஹாஸ்பிட்டல் இருந்ததுக்கான ப்ராப்பரான எவிடன்சஸ் இருக்கு. എന്നാ പിന്നെ കരുണനോട് സറണ്ടർ ആവാൻ പറ. ബാക്കി നമുക്ക് വഴിയെ നോക്കാം. முடியாது சார். நான் அவன்கிட்ட பேசினேன். அவன் உள்ள போனா தனியா போக மாட்டான்னு சொல்றான் சார். அது மட்டும் இல்ல சார், இந்த பாஸ்டர் விஷயத்துல வேற ஏதோ ஒரு பெரிய கை இருக்குன்னு நினைக்கிறேன் சார். എന്താ അവൻ എന്തെങ്കിലും പറഞ്ഞോ? இல்ல சார். ஏன் சார், ஏதோ பிரச்சனையா? അല്ല சார், அவசரத்துல நம்ம ஏதாவது செஞ்சிட்டா அந்த அந்த விஐபி பிரச்சனை வெளியே வந்துடும் சார். யோசிச்சாலே தலை வெடிக்குது சார். சார், இந்த நேரத்துல அந்த ஆள் உயிரோடு இருக்கிறத விட ஏதோ இமோஷன்ல தற்கொலை பண்ணிட்டாருன்னா நம்ம சேஃப் சார். கன்ஃபெஷன் நோட் அதோ ரெடி பண்ணி கேஸை க்ளோஸ் பண்ணிடலாம். அந்த பொண்ணு பிரச்சனையும் முடிஞ்சிடும். അപ്പൊ അവനെ ആത്മഹത്യ ചെയ്താൽ പ്രശ്നങ്ങളൊക്കെ തീരുമോ? சார், அது எப்படி சார்? ஹலோ ஹலோ சார். നിങ്ങളെന്താ ഇവിടെ? സാറ് ഞങ്ങൾ വെറുതെ വിട്ടെങ്കിലും SP ഞങ്ങളെ പൊക്കി ചോദ്യം ഞാൻ വിളിച്ചിട്ടുള്ള. സാറ് ചെറുതായിട്ട് ലോക്കായി എന്നാണല്ലോ കേട്ടത്. അതൊന്നും സാറില്ലടാ, ഞാനും വരും. നമ്മളിത് എത്ര കണ്ടതാ അല്ലേടാ? അല്ല, എന്താടാ? സോറി സാറേ, കൊല്ലാനാ പറഞ്ഞിട്ടുള്ളത്. വേണ്ട, നമ്മളൊക്കെ ഒരു പണിയേറ്റാതെ എങ്ങനെയാവും? ഏറ്റാ പിന്നെ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ സാറേ? നാസറേ ഏറ്റാ സാറിനൂടെ? സർ, മാത്രമല്ല CI കൊല നടത്തിയതിന്റെ പിറ്റേ ദിവസം വിവേകും ജാനകിയും ആ കാട്ടിൽ പോയിരുന്നു. അവിടെ വെച്ചിട്ടാണ് സർ വിവേകിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആവുന്നത്. സർ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമുണ്ട്. ഈ ജാനകിയുടെ പേരിൽ 2 ഫോൺ കണക്ഷൻസ് ഉണ്ടായിരുന്നു. കുറെ കാലമായിട്ട് അതിലൊന്ന് ഈ മരിച്ചുപോയ അശ്വിനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അന്ന് രാത്രി CIയെ വിളിച്ചത് ജാനകിയല്ല, അശ്വിനാണ്. സോ ഐ ഫേംലി ബിലീവ് ദർ ഈസ് എ കണക്ഷൻ ബിറ്റ്വീൻ CI സൂയിസൈഡ് ആൻഡ് ജാനകി.
பிரசாந்த், தப்பு பண்ணணும்னு யாரும் ஆசைப்பட மாட்டாங்க. தப்பு பண்ணிட்டேன்னா தப்பிக்கணும்னு கண்டிப்பா ஆசைப்படுவாங்க. புரிஞ்சுதா? புரியல? தமிழ்ல திருக்குறள் எல்லாம் இப்படிதான் எழுதி வச்சிருக்காங்க. எனக்கு ஒன்றும் புரியறது இல்ல. டீ சாப்பிடலாமா? ஷோ சார். சார் ஐயப்பதாஸ், எதுக்கு ஏன் பயப்படுத்துற? அதான் சஸ்பென்ஷனோட கிடைச்சிருச்சுல்ல, கிளம்ப வேண்டியது தானே. பிரசாந்த் வா. സാറിനാ സാർ രക്ഷിക്കാന്ന് പറഞ്ഞല്ലേ? ആ പാത്തുക്കറന്ന് ചൊല്ലും, എന്നിട്ട് അടി കൂടെ പണിയും തരും. ഏയ് എടാ നീ പിടിച്ചേ, ഞാൻ വാങ്ങിച്ചിട്ട് വരാം. நான் உன்னை அடிச்சேன்ல, அதை திருப்பி அடி. சார் இல்ல, நான் இப்பதான்டா யோசிச்சு பார்த்தேன். ஒரு கொசு கூட கடிக்கலன்னா அந்த ஊர்ல கொசுவே இல்லைன்னு நினைப்பாங்க. அதனால இந்த நெட்டெல்லாம் அடிக்க வேணாம், கடிக்கட்டும். சரியா? சில விஷயத்த நம்ம ரொம்ப யோசிக்கவே கூடாது, தலை வலிக்கும். நான் யோசிக்க மாட்டேன்.